لله رب العالمين الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا ومصطفانا ومنجينا وهادينا ومجتبانا محمدا صلى الله عليه وعلى آله وأصحابه وأعوانه وأتباعه وأهل بيته وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون माहो महर में तेरी रोशनी बरो बहर में तेरी रोशनी माहो महर में तेरी रोशनी बरो बहर में तेरी रोशनी हुई खत्म तुझसे पयंबरी नहीं तुझसे तेरे सिवा कोई न फसील है न महल सरा तेरे फुर्श भी वही बोलियाम तेरे जिस्म पाक पैक कुबाह व बितार तार है जा बजा ആരണ്യാന്തര ഗഹരോത്തരതപസ്ഥാനങ്ങളിൽ സൈന്ധവോ ധാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോൽഭിന്ന സർഗക്രിയ സാരം തേടിയലഞ്ഞു പണ്ടവരിലെ ചൈതന്യമെൻ ദർശനം ആ മൺമെത്തകളാറ്റുനോറ്റ മധുര സ്വപ്നങ്ങളിൽ ജീവിതഗാനം പാടിയ സാമഗാനലഹരി ഹർഷാജിതാത്മാക്കളായി ആ മന്യന്തര ഭാവശില്പികളെനിക്കെന്നേക്കുമായി തന്നതാണോമൽ കാർത്തിക നൈവിളക്കരിയും ഈ ഏകാന്തയാകാശ്രമം ജ്ഞാനിജാലകവാതിലിൽ ചെറുമുളന്തണ്ടിൽ ഞൊറിഞ്ഞിട്ടതാണി ശാരദേന്ദു കലയെ പാവാട ചാർത്തിക്കുവാൻ ആ നിത്യം ചിറകിട്ടടിച്ചു കീറിപ്പറിപ്പിച്ചുവോ ഞാൻ നിസ്സർഗതപസമാധിയിലിരിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ അന്ത തത്ലഉ ബൈനനാ في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي പരിശുദ്ധമായ ഈ വേദിയെ വളരെ പ്രൗഢമായ ഒരു ഭാഷണത്തിലൂടെ ഉദ്ഘാടന ഭാഷണത്തിലൂടെ അനുഗ്രഹിച്ച സമാദരണീയനായ എൻ്റെ സ്നേഹിതൻ ബഷീർ സാഹിബ് അടക്കമുള്ള വേദിയിലെ പണ്ഡിത മഹത്തുക്കളെ, കാരണവന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, ഇത്തരം കർമ്മധീരമായ കാൽവെപ്പിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്ത കർമ്മധീരരായ പ്രവർത്തകന്മാരെ, വിനീതനായ എന്നെ ഈ പ്രവിശാല മണ്ഡലത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മ പെങ്ങന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാരതാംബയിലെ എന്റെ സഹോദര മതസ്ഥരായ സഹൃദയരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് വേണം പറയാൻ. ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ബഹുദിന പരിപാടിയുടെ ഭാഗമായിട്ട് മൂന്നാമത്തെ സുദിനമായി ഇന്ന് ഇവിടെ കടന്നു വരാൻ, നിങ്ങളോട് സംവേദനം നടത്തുവാൻ തൗഫീക്ക് തന്ന തമ്പുരാൻ, അവനാണ് ഉടമസ്ഥനായ തമ്പുരാന്, അവനാണ് ഒരുമിപ്പിക്കുന്ന തമ്പുരാന്, അവനാണ് ഇന്നിന്റെ സായം സന്ധ്യയിൽ നമ്മൾ ഇവിടെ കൂടണം, നമ്മൾ ഒരുപാട് കാര്യങ്ങളെ ചർച്ച നടത്തണം, ഒരു കൂട്ടരുകൾ ഇവിടെ നടത്തപ്പെടണം. പരിശുദ്ധ മതത്തിന്റെ മുറ്റത്ത് വെച്ചിട്ട്
ആ വിശുദ്ധ മതത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ചിതമാകണം എന്ന് തീരുമാനിച്ചത് അല്ലാഹുവാണ്. ആ തമ്പുരാനിലേക്ക് നമ്മുടെ മടക്കം, അവനിൽ നിന്ന് തന്നെയാണ് നമ്മൾ കടന്നു വന്നത്. അതുകൊണ്ട് ഹ്രസ്വമായ ഈ ജീവിതത്തിന്റെ ഇടയിൽ ഇത് മൂല്യങ്ങളെ പുനരർപ്പണം നടത്തപ്പെടേണ്ട സന്ദർഭം. ഇത് മൂല്യങ്ങൾ നിരസിക്കപ്പെടുന്ന കാലഘട്ടത്തിന്റെ മുമ്പിൽ മൂല്യങ്ങളാണ് മനുഷ്യനെ ഉന്നതനാക്കുന്നത് എന്ന് വിളംബരം നടത്തപ്പെടേണ്ട സന്ദർഭമാണ്. മനുഷ്യനാണ് ഉന്നതൻ, അവനാണ് ഉത്കൃഷ്ടൻ, അവനാണ് ലോകത്തെ സമുദ്ധാരകൻ, അവനാണ് കഥാതന്തു, അവനാണ് നായകൻ, അവനാണ് സംവിധായകൻ. ഈ ജീവിതത്തിന്റെ മട്ടുപ്പാവിലൂടെ ജീവിച്ച് തീർക്കുന്ന ജീവിതങ്ങളിലൂടെ നന്മയുടെ അങ്കുരങ്ങളെ മുള പൊട്ടിക്കേണ്ടതും അവനാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ജനങ്ങളിലേക്ക് പറഞ്ഞേക്കപ്പെട്ടവരിൽ ഉത്കൃഷ്ടരായ ജനവിഭാഗം എന്ന് പടച്ച തമ്പുരാൻ വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു ജനവിഭാഗം അത് മനുഷ്യരാണ്. നമുക്കുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് സദാചാരനിഷ്ഠയിലൂടെയുള്ള ഉപദേശങ്ങളാണ്. എല്ലാ ആളുകളെയും ഉപദേശിക്കണം, എല്ലാ ആളുകൾക്കും നന്മ പറഞ്ഞു കൊടുക്കണം. വൈലോപ്പിള്ളി പറഞ്ഞ പോലെ നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം, നിരന്നിരിക്കലും വികൃതമെങ്കിലും ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ ആശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. ഭാരതം എത്ര വലിയ സംസ്കാരത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് കൺട്രി ഓഫ് ദി വേൾഡ്. ലോകത്തിന്റെ മുമ്പില് ചേരിചേരാ നയം സ്വീകരിച്ച ഭാരതം, ലോകത്തിന്റെ മുമ്പില് സമത്വത്തിന് വേണ്ടി പോരാടിയ ഭാരതം, സാഹോദര്യത്തിന്റെ മാതൃക കാണിച്ച ഭാരതം. ആ ഭാരതത്തിന്റെ മടിത്തട്ടിൽ ഒരച്ഛനമ്മക്ക് പിറന്ന മക്കൾ, ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്തു വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. നാഥനായ തമ്പുരാൻ അവന്റെ വീട്ടുമുറ്റത്ത് പണി കഴിപ്പിച്ചിരിക്കുന്ന മുന്തിരിക്കുലയിൽ അടുക്കോടെ നിലകൊള്ളുന്ന മുന്തിരിക്കണ്ണികളെ പോലെ രാജ്യത്തിന്റെ മുമ്പിൽ സമത്വം പഠിപ്പിക്കേണ്ടവനെയാണ് തീവ്രവാദത്തെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് അസഹിഷ്ണുത പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടുകൂടായ്മയാണ്, തീണ്ടിക്കൂടായ്മയാണ്. ഒരുത്തനെ കാണുമ്പോഴേക്ക് അവന്റെ ജാതി പോസ്റ്റ്മോർട്ടം നടത്താൻ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അസമത്വം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, തമ്മിലും കണ്ടാത്തോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. ഇവിടെ ജാതീയതയുടെ കോമരങ്ങൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് സ്നേഹത്തിന്റെ ശാന്തര തീരത്തിലേക്ക് മനുഷ്യനെ കൈപിടിച്ചാനയിക്കാൻ സാലാറക്കാർ വാഹേ മീറേ ഹിജാസ് അപ്നാ ഉസ്നാം സേ ഹെ ബാഖി നാമോ നിശാ ഹമാരാ. ഇവിടെ മുഴക്കപ്പെടുന്ന ഒരു നാമം ഏതൊരു നാമമാണ്? അതാണ് പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പാതയാണ് സ്നേഹത്തിന്റെ പാത. മദീനയിൽ വെട്ടിത്തെളിക്കപ്പെട്ട പാതയാണ്. ജൂതനായ അയൽവാസിയായിരുന്നിട്ട് പോലും ആയിഷ ബീവിയുടെ അടുക്കളയിൽ പോയിട്ട്, ആയിഷ, നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണ പരിഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അയൽപക്കക്കാരനായ ജൂതനെ കൂടി മാനിക്കണം എന്ന് തന്റെ സഹധർമ്മിണിയായ ആയിഷയെ വിളിച്ചിട്ട് കൽപ്പന നടത്താൻ റഹ്മത്തുൽ ആലമീൻ, ലോകത്തിന്റെ നായകൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കടന്നു വരികയാണ്. ഈ സ്നേഹത്തിന്റെ ദർശനങ്ങളിലൂടെ പരിശുദ്ധ മതം കടന്നു പോകുമ്പോ എവിടെയാണ് പിന്നെ IS തീവ്രവാദിയുടെ സ്ഥാനം ഇവിടെ മുഴക്കപ്പെടുന്നത്? എവിടെയാണ് ഇവിടെ തീവ്രവാദത്തെ പ്രമോട്ട് ചെയ്യപ്പെടുന്നത് എന്നുകൂടി അന്വേഷണം നടത്താൻ സംസ്കാരത്തെ ചർച്ച ചെയ്യുന്ന ഈ സദസ്സിൽ ഞാനും നിങ്ങളും ഈ എളിയ സന്ദർഭം വിനിയോഗം നടത്തണം എന്ന് എന്റെ വിഷയത്തിന്റെ ഇടയിൽ കയറിയിട്ട് ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം എന്താ? കാണേണ്ടതിനെ കാണാനുള്ള ഒരു വിശാല മനസ്കത ഇന്നും ഉരുത്തിരിഞ്ഞിട്ടില്ല. Two starving kids sitting on the side of road weren't given even a piece of bread, but a framework of them sold for lakhs of rupees. ഇന്നത്തെ ലോകത്ത് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിരോധാഭാസമാണത്.
പട്ടിണി കിടന്നിട്ട് പേക്കോലങ്ങളായ ദരിദ്ര നാരായണന്മാരായി പോയ പാവപ്പെട്ട കുഞ്ഞുമക്കള് പിച്ചച്ചട്ടി എടുത്തിട്ട്, വറുതിയുടെ പിച്ചച്ചട്ടി എടുത്തിട്ട് തെരുവ് തെണ്ടികളെ പോലെ, പേപ്പട്ടികളെ പോലെ അലഞ്ഞു തിരിയുമ്പോ വേറിന്റെ ഗിവൺ ആ കുട്ടിക്ക് നൽകപ്പെടുന്നില്ല. ഇവൻ എ പീസ് ഓഫ് ബ്രെഡ്, ഒരു റൊട്ടിയുടെ കഷ്ണം പോലും, പൈസ പോട്ടെ, പണം പോട്ടെ, ഒരു റൊട്ടിയുടെ കഷ്ണം പോലും പാവപ്പെട്ട യാചകനായ, അധസ്ഥിതനായ, ദരിദ്ര നാരായണനായിരിക്കുന്ന രാജ്യത്തിന്റെ മടിത്തട്ടില് ദരിദ്ര പരവശനായിട്ട് വളർന്നു വരുന്ന കുഞ്ഞുമോന്റെ പിച്ചച്ചട്ടിയിലേക്ക് അവന്റെ വിശപ്പടക്കാനുള്ള ഒരു റൊട്ടിയുടെ കഷ്ണം പോലും വലിച്ചെറിയപ്പെടുന്നില്ല. ഇവൻ എ പീസ് ഓഫ് ബ്രെഡ്, ഒരു റൊട്ടിയുടെ കഷ്ണം പോലും അവന് നൽകപ്പെടുന്നില്ല. പക്ഷേ പക്ഷേ ആ കുട്ടിയുടെ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞുമോന്റെ ദൈന്യത അനുഭവിക്കുന്ന ചിത്രം ഏതെങ്കിലും ഒരു ചിത്രകാരൻ തന്റെ കവർ ഫ്രെയിമിലൂടെ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ അത് സോൾഡ് ഫോർ lakhs of rupees, ലക്ഷക്കണക്കിന് രൂപക്കത് വിൽപ്പന നടത്തപ്പെടുന്ന ലോകത്തിന്റെ മുമ്പിലാണ് ആ പാവപ്പെട്ട കുഞ്ഞുമോന്റെ ദരിദ്ര രൂപം, പേക്കോലമായ രൂപം, അവന്റെ കാണാൻ സാധ്യമല്ലാത്ത രൂപത്തിന്റെ ഒരു ചിത്രം ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ്, ചിത്രകാരൻ തന്റെ പേനയിലൂടെ, തന്റെ മഷിയിലൂടെ, തന്റെ സ്കെച്ചിലൂടെ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ അത് സോൾഡ് ഫോർ lakhs of rupees, ലക്ഷക്കണക്കിന് രൂപക്കത് വിൽപ്പന നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ മുമ്പിൽ സ്നേഹത്തിലേക്ക് മനുഷ്യനെ ക്ഷണിക്കാൻ ആളുകൾ ഇവിടെ കമ്മിയായി കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ നിന്നുദിക്കുന്ന ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്നേഹം തന്നെ ആനന്ദമാർക്കും. നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹമാണ്, ആളുകൾ ചോദിക്കുന്നതും സ്നേഹമാണ്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു ശക്തി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ മതത്തിന്റെ പേര് തന്നെ സമാധാനമാണ്. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ വാഹകനാണ്. ആ മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടുമുട്ടുമ്പോ പറയുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സർവാധിപനായിരിക്കുന്ന തമ്പുരാന്റെ സമാധാനവും സുരക്ഷിതത്വവും നിനക്ക് വർഷിക്കുമാറാകട്ടെ സഹോദരേ. അവിടെയും സമാധാനം. നിസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കണമെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറയണം, അതും സമാധാനത്തിനുള്ള പ്രാർത്ഥന. നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്നതോ അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് രക്ഷ, വമിൻകസ്സലാം നിന്നിൽ നിന്നാണ് സമാധാനം, വഇലൈക യർജിഉസ്സലാം സമാധാനത്തിന്റെ മടക്കമേ അതും നീയാണ് ജഗനിയന്താവായ തമ്പുരാനെ. അതുകൊണ്ട് ഹയ്യിനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളുടെ സമാധാനത്തിലൂടെ വഴി നടത്തണേ തമ്പുരാനെ. ഞങ്ങളിവിടെ സമാധാനത്തിൽ ജീവിച്ചു പോയാൽ മാത്രം പോരാ, വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, നാളെ സമാധാനത്തിന്റെ വീട്ടിൽ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടണം. അതിനാണ് ഈ പണിയെടുക്കുന്നത്. അതിനാണ് മതപ്രഭാഷണ പരിപാടികളെ നമ്മൾ സ്വരുക്കൂട്ടുന്നത്. അതിനാണ് നമ്മൾ അയൽവാസിയോട് കടമ കാണിക്കുന്നത്. അതിനാണ് ആരാധനാലയങ്ങളിൽ പോയിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നെറ്റിത്തടങ്ങളെ കൊണ്ട് സുജൂദ് കൊണ്ട് അലങ്കൃതമാക്കുന്നത്. അതിനു വേണ്ടിയാണ് ഭജനമിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് പട്ടിണി കടന്നിട്ട് വ്രതാനുഷ്ഠാനത്തിലേക്ക് കടന്നു പോകുന്നത്. അല്ലാഹുവേ ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരം, വനുസ്കി എന്റെ ആരാധന, വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം നിനക്ക് വേണ്ടിയാണ്. അല്ലാഹുവേ ഞാൻ തന്നെ നിനക്ക് വേണ്ടിയാണ്. എന്റെ ആരാധന നിനക്ക് വേണ്ടിയാണ്. എന്റെ ഉറക്കം നിനക്ക് വേണ്ടിയാണ്. എന്റെ ഉണർച്ച നിനക്ക് വേണ്ടിയാണ്. എന്റെ വിശ്രമവേള പോലും നിനക്ക് വേണ്ടിയാണ് തമ്പുരാനെ. എന്തിനാ ഇതൊക്കെ? വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, നാളെ ദാറുസ്സലാമിൽ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടണം. നാളെ നിന്റെ സ്വർഗീയ ഭൂമികയിൽ ഞങ്ങൾക്കൊരു ഇരിപ്പിടം കിട്ടണം തമ്പുരാനെ. അതിനു വേണ്ടിയാണ് രാഹ്തൂ, ഞങ്ങളുടെ വഴി നീയാണ്. റഹ്റൂബിതൂ, വഴികാട്ടിയും നീയാണ്. റഹ്ബർബിതൂ, മൻസിൽ ബിതൂ, നാഖുദാതു ബഹ്റതു, കസ്തി ബിതൂ, സാഹിൽ ബിതൂ, എല്ലാം അല്ലാഹുവാണ്. ഈ ഒരു വിശ്വാസത്തിന്റെ രൂഢമൂലമായിരിക്കുന്ന ശക്തി നമ്മൾ അന്വേഷണം നടത്തണം.
സത്യവിശ്വാസിയുടെ വിശ്വാസത്തെ തകർക്കാൻ ഇവിടെ ആറ്റം ബോംബിന്റെ വിസ്ഫോടനാത്മകമായിരിക്കുന്ന സ്ഫോടനങ്ങൾക്ക് സാധ്യമല്ല. അതാണ് ഈമാൻ. ഈമാൻ അതാണ്. ദേഷ്യം വരുന്ന സമയത്ത് ശത്രുവായാൽ പോലും മന്ദസ്മിതം തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നവനാണ് ശക്തൻ. ലൈസ ശദീദ് ബിസ്സുർഅ. ദന്തയുദ്ധത്തിന് വേണ്ടി കായികക്ഷമത പരീക്ഷിക്കാൻ ഗുസ്തി മത്സരം നടക്കുമ്പോ ആ കോർട്ടിൽ പോയിട്ട് തന്റെ ശത്രുവിനെ, എതിരാളിയെ ഇടിച്ചിട്ട് നിലംപരിശാക്കുന്നവനല്ല മല്ലൻ വലാകിന്ന ശദീദ് മൻ. ആരെയാണ്? അല്ലദീ ഒരുത്തനാണ് യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. അമിതമായി അന്യായമായി കോപം മൂർച്ഛിക്കുമ്പോ, വാശി കടന്നു വരുമ്പോ, വീറും പോരാട്ടവും നമ്മുടെ ഹൃദയത്തിൽ മുളപൊട്ടുമ്പോൾ മയ്യംലികു നഫ്സ, അവിടെ സ്വന്തം ശരീരത്തെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് ശക്തി ഉണ്ടായോ, അവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനെന്ന് പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് ലോകത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത്. ഇത് അഡ്വാൻസ് ടെക്നോളജിയുടെ കാലഘട്ടമാണ്. FB വൈറലായി, യൂട്യൂബ് സോഷ്യലായി, സോഷ്യൽ മീഡിയ ഇന്ന് അലൈവ് ആയിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹൃദയനുമായിട്ട് നമ്മുടെ ഫോണിലൂടെ വീഡിയോ കോൺഫറൻസും ചാറ്റിങ്ങും നടത്താനുള്ള ഫെസിലിറ്റി ഈ വിരൽ തുമ്പിലാണ്. അത്രയും ലോകം ചുരുങ്ങി. www വേൾഡ് വൈഡ് വെബ്. ലോകം മുഴുവൻ ഒരു കുടക്കീഴിലാണ്. ഗ്ലോബലൈസേഷൻ, ആഗോളീകരണം, ഗ്ലോബൽ വില്ലേജ്. ലോകം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ ഗ്രാമം ഒരു 5 കിലോമീറ്ററിന്റെ വിസ്തൃതിയിൽ ഒരു ഗ്രാമമുണ്ടെങ്കിൽ ആ ഗ്രാമത്തിന്റെ അങ്ങേ തലക്കലുള്ള ആളുമായിട്ട് ഇങ്ങേ തലക്കലുള്ള ആൾക്ക് ഭയങ്കര ബന്ധമായിരുന്നു. അവിടെ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ഗ്രാമനിവാസികൾ മുഴുവൻ ആ കല്യാണത്തിൽ പങ്കെടുക്കും. ആ ഗ്രാമത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഗ്രാമനിവാസികൾ മുഴുവൻ അതറിയും. അത് ഗ്രാമത്തിന്റെ ഒരു യൂണിറ്റിയാണ്, അത് ഗ്രാമത്തിന്റെ ഒരു അഖണ്ഡതയാണ്. എന്നാൽ ആ ചെറിയ ഗ്രാമത്തെ പോലെ ഇന്ന് ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും മാറി. സൗദി അറേബ്യയിൽ ചെറിയ ഒരു പൾസ് ഉണ്ടാകുമ്പോഴേക്ക് ഇവിടെ അറിഞ്ഞു. സമാദരണീയനായ ഉദ്ഘാടകനവർകൾ ബഷീർ സാഹിബ് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞു, അതിഞ്ഞാലൊരു ഇഷ്യൂ പറഞ്ഞു. എന്നാലേ ആ അതിഞ്ഞാലിലെ ഇഷ്യൂ ഉണ്ടാകുമ്പോ തന്നെ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവാൻ. മസ്കത്തിലെത്തി, ഖത്തറിലെത്തി, ബഹ്റൈൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചാണ്ട് വിനീതനായ സിംസാറുൽ ഉസ്താദിനെ ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നില്ല. എന്താണ് അതിഞ്ഞാലിലെ വിഷയം എന്ന് മലപ്പുറത്ത് പ്രഭാഷണത്തിന് വേണ്ടി വേദിയിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പ് എന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ പ്രിയപ്പെട്ട ഇവിടത്തെ സുഹൃത്തുക്കളെ ബന്ധപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു തീപ്പൊരി പാറുമ്പോഴേക്ക് അത് തീനാളമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ രൂപാന്തരം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ വളരെ വൈറലായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ മുമ്പിൽ ഫോണില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എന്ന തരത്തിലേക്ക് കാലഘട്ടം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല പഠിച്ചോനെ, ഞാൻ കിടന്നുറങ്ങുന്ന ബെഡിന്റെ കട്ടിലിന്റെ തൊട്ടപ്പുറത്തൊരു അറ്റാച്ച്ഡ് ആയിരിക്കുന്ന പ്ലഗ് വേണം. എപ്പോഴാ ഇത് ബാറ്ററി ലോ ആകുകയാണെന്ന് പറയാൻ പറ്റൂല. 1.5 മണിക്കും ചാർജിങ്, 2.5 മണിക്കും ചാർജിങ്. അതുകൊണ്ട് ലോകം മുഴുവൻ തണുപ്പിന്റെ കട്ടിക്കരിമ്പടം പുതച്ച് കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും വാട്സപ്പ് എടുത്തിട്ട് തന്റെ സുഹൃത്തിനെ സെർച്ച് ചെയ്യുമ്പോൾ 1.5 മണിക്കും ഓൺലൈൻ, 2.5 മണിക്കും ഓൺലൈൻ. ആ വാട്സപ്പ് ബന്ധങ്ങളിലൂടെയല്ലയോ കേരളത്തിൽ ഒരുപാട് ഡിവോഴ്സ് കേസുകൾ കടന്നു വന്നത്, കേരളത്തിലെ കുടുംബ കോടതികൾ സജീവമായത്. ഭാര്യ ഭർത്താവിനെതിരെ പരാതി പറയുകയാണ്, ഭർത്താവ് ഭാര്യക്കെതിരെ പരാതി പറയുകയാണ്. അദ്ദേഹം മുഴുവൻ ഫുൾ ടൈം ഫേസ്ബുക്കിലാണ്, ഓൺലൈനിലാണ്. എന്റെ കാര്യം നോക്കാൻ മൂപ്പരാൾക്ക് നേരമില്ല എന്ന് ഭാര്യ ഭർത്താവിനെ പറ്റി നീതിപാലകന്റെ മുമ്പിൽ പോയിട്ട് പരാതി പറയുന്ന ഘട്ടം മലയാളക്കരയിലെ എത്ര കുടുംബങ്ങളിലേക്കാണ് ചേക്കേറിയത് എന്ന അന്വേഷണം നടത്താൻ സംസ്കാരത്തെ പറ്റി സർവിത സർവണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സിന്റെ മുറ്റത്ത് വെച്ചിട്ട് ഞാൻ എന്റെ സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് കാരണം ഡിവോഴ്സ് കേസ്, തലാഖ് സംഭവിക്കുകയാണ്. ഫേസ്ബുക്ക് കൊണ്ട് തലാഖ് സംഭവിക്കണമെങ്കിൽ ആദ്യം തലാഖ് നടക്കേണ്ടത് ഫേസ്ബുക്കിന്റെ സ്ഥാപകനും അതിന്റെ ഫൗണ്ടറും അതിന്റെ ഫാദറുമായിരിക്കുന്ന
സുക്കർബർഗ് ഭാര്യനെ തൊലാക്കല്ലണം. പക്ഷെ ഫേസ്ബുക്കിന്റെ സ്ഥാപകനായിരിക്കുന്ന സുക്കർബർഗ് ചെയ്തത്, അമേരിക്കക്കാരനായ സുക്കർബർഗ്, അദ്ദേഹത്തിന് തന്റെ ഭാര്യയിലൂടെ കുഞ്ഞ് ജനിച്ചപ്പോ, എന്റെ കുഞ്ഞിനെ എന്റെ ഭാര്യയിലൂടെ എനിക്കൊരു കുഞ്ഞിനെ തന്ന ദൈവമേ, നിന്നോട് നന്ദി സൂചകമായിട്ട് എന്റെ ഫേസ്ബുക്കിന്റെ 99% വിഹിതം, ലാഭവിഹിതം ഞാൻ ലോകത്ത് പാവപ്പെട്ട അഭയാർത്ഥികൾക്ക് വേണ്ടി കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കുകയാണ്. അതിന്റെ ഏകദേശം ഇന്ത്യൻ മണി നമ്മൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ 4000 കോടി ഉറുപ്പ്യ ഉണ്ടാവും. 4000 കോടി രൂപ. MA യൂസുഫ് അലി കേരളം കണ്ട ഏറ്റവും വലിയ ഒന്നാമത്തെ മുതലാളിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആകെ ആസ്തി 18,000 കോടിയാണ്. ആകെ ആസ്തി. ഫേസ്ബുക്കിന്റെ മേധാവി സുക്കർബർഗ് തന്റെ ഭാര്യയിലൂടെ തനിക്ക് കുഞ്ഞുണ്ടായപ്പോ നന്ദി സൂചകമായിട്ട് കോൺട്രിബ്യൂഷനായിട്ട് കൊടുത്തതോ 4000 കോടി രൂപയാണ്. ചിന്തിക്കണം നമ്മള്. അപ്പൊ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ കുടുംബ ബന്ധത്തെ രൂഢമൂലമാക്കുകയാണ് ചെയ്തതെങ്കിൽ, അദ്ദേഹത്തിന്റെ നിർമ്മിതിയായിരിക്കുന്ന ഫേസ്ബുക്കിലൂടെ മലയാളക്കരയിൽ കുടുംബങ്ങൾ കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും പരാതിയാണ്. കഴിഞ്ഞ മാസം ഒരു പത്രത്തിൽ കാണാനിടയായി, സൗദി പൗരനായ യുവാവ് തന്റെ ഭാര്യക്കെതിരെ അവിടുത്തെ കോടതിയിൽ, അവിടുത്തെ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവിടുത്തെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. വാട്ട് ഈസ് ദ റീസൺ? എന്റെ ഭാര്യയുടെ അമിതമായ വാട്സപ്പ് ഉപയോഗമാണ് എന്ന് ആ സൗദി ചെറുപ്പക്കാരൻ കോടതിയിൽ ഏറ്റുപറയുകയുണ്ടായി. ആ സഹോദരനെ നീതിന്യായ വ്യവസ്ഥയുടെ ഉദ്യോഗസ്ഥന്മാർ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് സാർ, എന്റെ ഭാര്യക്ക് ഫേസ്ബുക്ക് വാട്സപ്പിൽ കണക്ഷൻ എടുത്തു കൊടുത്തതും ഞാൻ തന്നെയാണ്. പക്ഷെ അവിടെ കണ്ടീഷൻ ഉണ്ടായിരുന്നു, 4 ആളെ നിന്റെ മെമ്പേഴ്സ് ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. 2 പേര് നിന്റെ ആങ്ങളാര്, പിന്നെ ഞാന്, എന്റെ പെങ്ങള്. ഈ 4 ആളുകളിൽ കവിഞ്ഞ് 5ാമതൊരാൾ ഇതിന്റെ വാട്സപ്പിലെ ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടാകാനേ പാടില്ല. 2 മാസം കഴിഞ്ഞ് എന്റെ ജോലി സ്ഥലത്തൊക്കെ പോയി ഞാൻ തിരിച്ചു വന്ന് എന്റെ ഭാര്യയുടെ വാട്സപ്പ് നോക്കുമ്പോൾ ഇദ്ദേഹം പറയാണ്, 25-നേക്കാൾ കൂടുതൽ ഫ്രണ്ട്സ് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് കാണാൻ സാധ്യമായി. ഇങ്ങനെ പ്രശ്നങ്ങൾ മുളപൊട്ടുകയാണ്. നമ്മളെ സാഹചര്യങ്ങളെ പറ്റി നമ്മൾ കൂലങ്കഷമായി ഇന്ന് കേരളത്തിൽ നല്ലോണം അന്വേഷണം നടത്തണം. കാരണം നമ്മുടെ കുടുംബാന്തരീക്ഷം, ഫാമിലി അറ്റ്മോസ്ഫിയർ ഒക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ എത്തും തമ്പുരാനെ ഒരു പിടുത്തമില്ല അല്ലേ? മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം. വെക്കേഷൻ സമയമാണ്. സംസ്കാരം എന്നൊരു വിഷയം ഞാൻ മനഃപൂർവ്വം തെരഞ്ഞെടുത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോ നമ്മൾ ഏകദേശം SSLC എക്സാം കഴിഞ്ഞു, +1 എക്സാം നാളെ കഴിയുന്നു, +2 മറ്റന്നാൾ കഴിയുന്നു. അതോടുകൂടെ ഒരു ലോങ് വെക്കേഷനിലേക്ക്, വലിയൊരു അവധിയിലേക്ക് നമ്മുടെ കുട്ടികൾ പ്രവേശിക്കുകയാണ്. ഇത്രകാലം നമ്മുടെ കുട്ടികൾ അധ്യാപക വിദ്യാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ കുറച്ചൊക്കെ ഒരു റെസ്ട്രിക്ഷൻ നമ്മൾ കൊടുത്തിരുന്നു. കുട്ടി പഠിക്കാൻ പോവല്ലേ, ഇനി കുട്ടിയെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വിടുകയാണ്. അവന് പഠനകാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും സ്വാതന്ത്ര്യത്തോടു കൂടെ ഉപയോഗിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇനി സ്മാർട്ട് ഫോൺ ആകാം, ഇനി നമ്മുടെ കുട്ടിക്ക് ഓൺലൈൻ ആകാം. നമ്മുടെ കുട്ടികളെ പറ്റി നമുക്കിപ്പോ ഓവർ കോൺഫിഡൻസ് ആണ്. അതൊരർത്ഥത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ അന്തർധാരയിൽ സൃഷ്ടിക്കുമെന്ന കാര്യം തർക്കമില്ലാത്ത വിഷയമാണ്. നിറങ്ങളുടെ ലോകത്താണ് നമ്മുടെ കുഞ്ഞുമക്കള്. നിറങ്ങൾ വളരെ കളർഫുൾ ആയ ഒരു ലോകമാണ്. ടീനേജ് എന്ന് പറഞ്ഞാൽ തന്നെ കൗമാരം എന്നതിന്റെ അർത്ഥം. ടീൻ ഏജ് അഥവാ ടീൻ കൊണ്ട് തുടങ്ങുന്ന പ്രായം. 10 അതിൽ പെടൂല, 11-ാം വയസ്സ് അതിൽ പെടൂല, 12-ാം വയസ്സ് അതിൽ പെടൂല. അത് 10, 11, 12. പിന്നെ തുടങ്ങുന്നത് മുഴുവൻ ടീൻ ഏജ് ആണ്. 13, 14, 15, 16, 17, 18, 19. 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടിപ്പോകുന്ന ഒരു പ്രായം. നിയന്ത്രണ രേഖകളെ ലംഘിക്കാൻ ഒരു ടെൻഡൻസി. ബാപ്പ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ പോകണം എന്നൊരു മനോഭാവം. ഉമ്മ അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ചെയ്തുകൂടാ എന്നൊരു മനോഭാവം. അതുണ്ടാകുന്നൊരു പ്രായമാണ് ടീനേജ്. അതാണ് കൗമാരം. കൗമാരക്കാരനെ വളരെ സൂക്ഷിക്കണം. അവനോടുള്ള പെരുമാറ്റങ്ങള് അവനെ വളരെ മനഃശാസ്ത്രപരമായിട്ട് അച്ചടക്കം പഠിപ്പിക്കണം.
ലോകത്തിന്റെ നായകൻ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം അവിടുന്ന് പറഞ്ഞു പോയി, മക്കളുള്ള രക്ഷിതാക്കളെ നിങ്ങൾ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലത്തിൻ, നിങ്ങൾ രക്ഷിതാവ് എന്ന രീതിയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു സമ്മാനവും കൊടുത്തിട്ടില്ല. ഫളന മിൻ അദബിൻ ഹസനിൻ, നല്ല സ്വഭാവം നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്ത ഏറ്റവും വലിയ പ്രസന്റേഷൻ. ഇടത് കൈ കൊണ്ട് മോൻ എന്തെങ്കിലും സ്വീകരിക്കുന്നത് നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് ഒരാൾക്ക് നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ഉടനെ ആ കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് മോനെ അരുത്, അതൊരു അച്ചടക്കം പഠിപ്പിക്കലാണ്. ഹദീസിൽ കാണാം, അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും വലിയ വിജ്ഞാനം എന്ന് പറയുന്നത് സന്ദർഭോചിത വിജ്ഞാനമാണ്. സന്ദർഭങ്ങൾക്ക് അനുസൃതമായിട്ട് സമുദായത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ വിജ്ഞാനീയങ്ങൾക്ക് സാധ്യമാകണം എന്നാണ് ചരിത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിറങ്ങളുടെ ലോകമാണ് ഈ സേവന സന്നദ്ധത. നമ്മളെ കുട്ടികളെ നമ്മൾ നല്ലോണം പഠിപ്പിക്കേണ്ടതുണ്ട്. സേവന സന്നദ്ധത, എല്ലാവർക്കും സർവീസ് ചെയ്യാനുള്ളൊരു മൈൻഡ് കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ്. ഇപ്പൊ ജർമ്മനിയിലെ സ്കൂളിലൊക്കെ 8 പീരീഡ് ഉണ്ടെങ്കിൽ 7 പീരീഡ് കഴിഞ്ഞാൽ അതിൽ ഒരു പീരീഡ് അഥവാ 8ാമത്തെ ഒരു പീരീഡ് ക്ലീനിങ്, അതുപോലെ തന്നെ കോമൺ സർവീസ്, അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് പോലെയുള്ള കാര്യങ്ങളാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതിന്റെ കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ പറഞ്ഞത്, വലിയ മുതലാളിമാരുടെയും വ്യവസായികളുടെയും മക്കളും ഈ തറപ്പണി എടുക്കണം, ക്ലീനിങ് ചെയ്യണം. ക്ലീനിങ് പഠിപ്പിക്കാൻ വേണ്ടി ജർമ്മനിയിലെ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ലോകത്തിലൊരു രാജ്യമാണ്, സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ ലോകത്തെ വളരെ വലിയ സമ്പന്ന രാജ്യമാണ് ജർമ്മനി. ആ രാജ്യത്തിലെ കലാലയങ്ങളിൽ പോലും കുട്ടികളെ വിദ്യാഭ്യാസം പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തറപ്പണി പഠിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ കുട്ടികളെ പഠിപ്പിക്കുക, പ്രാപ്തരാക്കാൻ അർത്ഥം. ആ കുട്ടി ഇനി എക്കണോമിക്കലി എത്ര ഉയർന്നാലും ശരി, സർവ് ചെയ്യാൻ, മറ്റുള്ളവരെ സേവിക്കാൻ, മറ്റുള്ളവരെ ആദരിക്കാൻ, വിനയാന്വിതനാകാൻ അവന് പിശുക്ക് കാണിക്കേണ്ടി വരൂല. അവൻ ലോകത്തിന്റെ മുമ്പിൽ എല്ലാം പഠിച്ചുപോയി. പക്ഷേ നമ്മുടെ മലയാളിയുടെ സംസ്കാരം വേറെ രീതിയിലേക്കാണ് കടന്നു പോകുന്നത്. റസൂലുള്ളാഹിന്റെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം. പണ്ട് നമ്പൂതിരി പറഞ്ഞത് ഓർത്തു പോകാൻ, ബ്രിട്ടീഷുകാരൻ നമ്മുടെ ഏലം, നമ്മുടെ വ്യഞ്ജന സുഗന്ധ വ്യഞ്ജനങ്ങള്, നമ്മുടെ തൈലം, നമ്മുടെ കുരുമുളക്, നമ്മുടെ കാപ്പി, ഇങ്ങനെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ മുഴുവൻ കേരളത്തിൽ നിന്ന് കടല് കടത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നമ്പൂതിരി പറഞ്ഞു പോയി, കൊണ്ടുപോട്ടെ, അവൻ കൊണ്ടുപോട്ടെ, പക്ഷേ നമ്മുടെ ഞാറ്റുവേലയെയും നമ്മുടെ സംസ്കാരത്തെയും കൊണ്ടുപോകാൻ ബ്രിട്ടീഷുകാരന് സാധിക്കുകയില്ലല്ലോ എന്ന് നമ്പൂതിരി പറഞ്ഞു പോയത് ഇന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മലയാളിയുടെ ഞാറ്റുവേല നാട് കടന്നുപോയി, ഇന്ന് മലയാളിയുടെ സംസ്കാരം നാട് കടന്നുപോയി. ഇന്ന് യൂറോപ്യൻ നമുക്ക് പകർന്നു തരുന്ന സംസ്കാരത്തെയാണ് മലയാളി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന മലയാളക്കരയിലെ ദാർശനികനായ കവി ഇതിനെപ്പറ്റി കവിത പാടി. കറുത്ത ഗണനായകൻ ടെലിവിഷന്റെ ചുടുചാനലിൽ പിടക്കുമുടലിനകം കുടലുമാല പിടയും പടി, മകന്റെ പുതുകണ്ണിന് കിടിലമാണ് പോലുത്സവം, അവന്റെ ചെവി കേൾക്കയിൽ ഇനിയുറുമ്പു തൻ ഭാഷണം, അവന്റെ മൊഴിയാങ്കലം അതു നിനക്കിരോ സങ്കടം, എനിക്കുപകരിച്ചെന്റെ പഴയ കാല രാമായണം, മുടിഞ്ഞ മലയാളമേ മുല പറഞ്ഞ പരദേവതേ, നിനക്കു ശരണം മഹാബലിയടഞ്ഞ പാതാളമോ. ഒരു വല്യച്ഛൻ, ആ വല്യച്ഛനായ മനുഷ്യന് അദ്ദേഹത്തിന്റെ രാമായണം ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മകന് വന്നു. മകന് രാമായണം പാരായണം ചെയ്യാൻ കഴിയൂല. അപ്പൊ അച്ഛന് പറഞ്ഞു പോയി, അവന്റെ മൊഴിയാങ്കലം, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇംഗ്ലീഷ് ഭാഷയാണ്, അതു നിനക്കിരോ സങ്കടം, അതാലോചിക്കുമ്പോ തന്നെ എനിക്ക് സങ്കടമാണ്, എനിക്കുപകരിച്ചെന്റെ പഴയ കാല രാമായണം. അയാൾ പിന്നെയും പറഞ്ഞു പോയി, മുടിഞ്ഞ മലയാളമേ മുല പറഞ്ഞ പരദേവതേ, മലയാളിയുടെ സംസ്കാരം മുടിഞ്ഞു പോയിരിക്കുകയാണ്, അതുകൊണ്ട് നിനക്കു ശരണം മഹാബലിയടഞ്ഞ പാതാളമോ. മഹാബലി പോയ പാതാളമാണ് ഇന്ന് മലയാളിക്ക് അവസാനം ശരണമായിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്റെ കവിതയിലൂടെ അവസാനിപ്പിച്ച് പറയുകയാണ്. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമുക്ക് തീറ്റക്കൊരു സംസ്കാരമുണ്ട്,
നമുക്ക് ഡ്രസ്സിങ്ങിൽ ഒരു സംസ്കാരമുണ്ട്. ആസ് വി ആർ എ മെമ്പർ ഓഫ് ദിസ് റിലീജിയൻ, ഞാൻ മലയാളി എന്നുള്ള രീതിയിലല്ല ഇപ്പൊ സംസാരിക്കുന്നത്, നമ്മളൊരു മുസ്ലിമാണ്, അനമിനൽ മുസ്ലിമീൻ. ഓരോ നിസ്കാരത്തിലേക്കും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രതിജ്ഞ ഉണ്ട്. അതെന്താണ്? ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വ നുസുക്കി, എന്റെ ഇബാദത്തുകൾ, വ മഹയായ, എന്റെ ജീവിതം, വ മമാതി, എന്റെ മരണം പോലും ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ്. അതിൽ നമ്മൾ പറയുന്നുണ്ട് വ അനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് റബ്ബേ. കാര്യങ്ങൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വാക്കിന്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ എത്ര കാര്യങ്ങൾ വരണം. നമ്മുടെ നാട്ടിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്, നോമ്പ് മര്യാദക്കെടുത്ത്, നിസ്കാരം മര്യാദക്കെടുത്ത്, സക്കാത്ത് മര്യാദക്കെടുത്ത്, ഹജ്ജ് എന്ന് പറയുന്ന ഒരു കർമ്മം നിർവഹിച്ചാൽ എന്റെ നിസ്കാരം പൂർത്തിയായി, എന്റെ ഇസ്ലാം പൂർത്തിയായി. അല്ല, പുഞ്ചിരിയിൽ ഇസ്ലാമുണ്ട്, വാക്കിൽ ഇസ്ലാമുണ്ട്, നോക്കിൽ ഇസ്ലാമുണ്ട്, ഡ്രസ്സിങ്ങിൽ ഇസ്ലാമുണ്ട്, ഹെയർ സ്റ്റൈലിൽ ഇസ്ലാമുണ്ട്, ഡ്രസ് കോഡിൽ ഇസ്ലാമുണ്ട്, ബോഡി ലാംഗ്വേജിൽ പോലും ഇസ്ലാമുണ്ട്, ശരീരഭാഷയിൽ പോലും ഇസ്ലാം. കുല്ലു സുലാമാ മിനന്നാസി അലൈഹി സദഖ, മനുഷ്യ നിന്റെ ശരീരത്തിലെ ഞാടി ഞരമ്പുകൾ മുഴുവൻ നിനക്ക് സദഖയാണ്, ദാനമാണ്. എവറി ഓർഗാൻസ് ഓഫ് ഹ്യൂമൻ ബോഡി ദാനമാണ്. നമ്മുടെ ശരീരത്തിന്റെ സന്ധി, നമ്മുടെ ശരീരത്തിന്റെ മടക്ക് എല്ലാം നമുക്ക് സദഖയായി പരിണമിക്കേണ്ട പ്രതിഭാസങ്ങളാണ് എന്നർത്ഥം. എന്നിട്ടോ കുല്ലയോമിൻ തത്ലഉ ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും വയാദിരി ബൈനൽ ഇസ്നൈനി സദഖ, രണ്ടാളുകൾ തർക്കിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മൂന്നാമതൊരാള് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ അടുക്കലേക്ക് കടന്നു പോയിട്ട്, സഹോദരങ്ങളെ നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞ് നടന്നു പോകാൻ പാടില്ല, നിങ്ങൾ തർക്കം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് അവരുടെ തർക്കം അവസാനിപ്പിക്കാൻ നിങ്ങളിൽ ഒരാൾ കടന്നു വന്നാൽ അവന്റെ നാവ് അവിടെ സദഖയാണ് നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്ന, ലോകില്ലാതെ നടക്കുന്ന രണ്ടാളുകൾക്കിടയിലേക്ക് നമ്മൾ പോയിട്ട് അവരെ രമ്യതയിലേക്ക് എത്തിക്കാൻ നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ദാനമാണ്. പിന്നെ പറഞ്ഞു വബികുല്ലി ഖത്വതി യംശി ബിഹാ ഇല സ്വലാത്തി സദഖ, പരിശുദ്ധ ജമാഅത്ത് നമസ്കാരം നടക്കുന്ന പള്ളിയിലേക്ക് നമ്മൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ഓടിപ്പോവുകയാണ്, നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ ഓടി, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഓടിപ്പോകാൻ. അല്ലാഹുവേ നിന്റെ ആരാധനാലയത്തിൽ ഇവിടെ ജമാഅത്ത് നമസ്കാരം നടക്കുകയാണ്, എന്നാൽ നിങ്ങളുടെ കാലടിപ്പാടുകൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും എത്ര മണലാരണ്യത്തിലെ മൺതരികളിലാണ് നിങ്ങൾ പാദസ്പർശനം നടത്തുന്നത്. നിങ്ങളുടെ പാദം മൂന്നിയ മൺതരികളും മണ്ണിന്റെ തരികളെല്ലാം നിങ്ങൾക്ക് സദഖയാണ്, ദാനമാണ്. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. പിന്നെ ഇസ്ലാം പറഞ്ഞു നല്ലൊരു വാക്ക് പറയൽ ദാനമാണ്. നല്ലൊരു വാക്ക്, നമ്മളെ കൂട്ടത്തിൽ ഒരാൾ എന്തെങ്കിലും ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്താൽ യെസ് വെൽ ഡൺ, അല്ലെങ്കിൽ വെരി ഗുഡ്, ഒന്നും വേണ്ട, ഉഷാറായിട്ടോ, അതാണ് ഇസ്ലാമികമായ ലൈക്ക് കൊടുക്കല്. അല്ലാതെ കണ്ട തോന്നിയാസത്തിന് മുഴുവൻ ആൾക്കാർ കമാൻഡ് വിടുമ്പോ അതിന് ലൈക്ക് കൊടുക്കുന്നത് ഇസ്ലാമിക മാനം കൊടുത്തിട്ടല്ല. എല്ലാ വിഷയത്തിലുണ്ട് ഇസ്ലാമിക മാനം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഇസ്ലാമിക മാനുണ്ട്. നമ്മുടെ ശരീരഭാഷക്ക് പോലും ഇസ്ലാമുണ്ട്. ശരീരഭാഷ എന്താ? അവിടെ സംസാരമില്ല, അവിടെ അനൗൺസ് ഇല്ല, അവിടെ ഡിക്ലറേഷൻ ഇല്ല, അവിടെ പ്രഭാഷണങ്ങളില്ല. ശരീരത്തിന്റെ ഭാഷക്ക് പോലും ഇസ്ലാം. നബിതങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഒരാളായിട്ട് അള്ളാന്റെ റസൂൽ സംസാരിക്കുകയാണെങ്കിൽ ഹദീസിൽ കാണാം, ഫേസ് മാത്രല്ല ചെസ്റ്റ് കൂടി അയാൾക്ക് കൊടുക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സംസ്കാരമാണ്. നമ്മൾ ഒരാളെ സംസാരിക്കാൻ വേണ്ടി വിളിക്കുമ്പോ നമ്മളെ നെഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക്, ശരീരം വേറൊരു സ്ഥലത്തേക്ക് തിരിച്ചിട്ട് അയാളിലേക്ക് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ സംസാരിക്കുന്ന ആൾക്ക് തന്നെ തോന്നും ഇവൻ എന്റെ കേൾക്കാനുള്ള ആത്മാർത്ഥതയില്ല. നിബിധങ്ങൾ ഒരാളുടെ അടുക്കൽ സംസാരിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ തന്റെ ശരീരം മുഴുവൻ സംസാരിക്കുന്ന മനുഷ്യന് വേണ്ടി സമർപ്പണം നടത്തുമായിരുന്നു. സംസാരിക്കുന്ന ആളിലേക്ക് തിരിച്ചു വെച്ചിട്ടാണ് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. മുസാഫ നടത്താൻ കൈ കൊടുക്കുമ്പോൾ രണ്ട് കൈയും പോകും. സഹാബികൾ പറയാൻ റസൂലുള്ളാഹിന്റെ മുസാഫാത്തിൽ ഞങ്ങളെ കൈയിന്റെ ചൂട് ശരിക്കും അനുഭവിക്കും. വലത് കൈയിന്റെ ചൂട് കൈയിന്റെ പുറം ഭാഗത്ത്, ഇടത് കൈയിന്റെ ചൂട് കൈയിന്റെ ഉൾഭാഗത്ത് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകാറുണ്ടായിരുന്നു. അതും മുസാഫത്തിന്റെ ഒരു ശൈലിയാണ്.
നമ്മളെ കൂട്ടത്തിലൊക്കെ ചില മുസാഫത്ത് നടത്താറുണ്ട് ആളുകൾ അല്ലേ. തിരക്ക് കൂടി നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കയ്യിൽ ചിലപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടാകും, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ കീ ചെയിൻ ഉണ്ടാകും. അപ്പോൾ ആ കീ ചെയിൻ ഈ കയ്യിൽ തന്നെ പിടിച്ചിട്ട് നമ്മളെ സുഹൃത്തിന് നമ്മൾ മുസാഫ ചെയ്യും. നമ്മളെ സുഹൃത്തിന് ശരിക്ക് 2 വിരലേ കിട്ടുള്ളൂ. അവന് ഫുള്ളി അവൻ്റെ കൈ മുഴുവൻ നമുക്ക് തരികയാണ്, നമ്മൾ അവന് കൊടുക്കുന്നത് 2 വിരലാണ്. അപ്പൊ അവന്റെ മുഴുവൻ വിരലുകളുമായിട്ട് നമ്മുടെ 2 വിരൽ പിടിക്കുമ്പോൾ അവന്റെ മൈൻഡിലേക്ക് ഒരു മെസ്സേജ് കിട്ടുകയാണ്, ഇവൻ എന്നെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്തിട്ടില്ല, പരിഗണിച്ചിട്ടില്ല. കാരണം 2 വിരലാണ് ഇവൻ തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണനയുടെ ഏറ്റവും വലിയ പരമമായിരിക്കുന്ന ഒരു സന്ദേശമാണ് നൽകിയത്. 2 കൈകൊണ്ടും മുസാഫ ചെയ്യപ്പെടുന്ന മനുഷ്യന്റെ കൈ പിടിക്കും. എല്ലായിടത്തുണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 10 വർഷം സേവനം ചെയ്ത മനുഷ്യനാണ് അനസ് റളിയല്ലാഹു അൻഹു. 10 വർഷം പുണ്യ റസൂലിന്റെ സർവന്റായി പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു പോയ സഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വകാന യുഖദ്ദിമു തയാമുന, വകാന യുഖദ്ദിമു തയാമുന, എന്റെ നായകനായ തിരുമേനി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുഖദ്ദിമു തയാമുന, വലത് ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുമായിരുന്നു. ഫീ തനഉലിഹി വതറജ്ജുലിഹി വഫീ ഉമൂരിഹി വശുഊനിഹി കുല്ലിഹി, അവിടുന്ന് ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും വലതുകാലിനാണ് മുൻഗണന കൊടുത്തത്. അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇടതുകാലിനാണ് പ്രാധാന്യം കൊടുത്തത്. എന്നാൽ അവിടുന്ന് ചെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാലിനാണ് മുൻഗണന കൊടുത്തത്. അവിടുന്ന് മുടി ചെയ്യുമ്പോൾ, അവിടുന്ന് തലമുടി വാർന്നു വെക്കുമ്പോൾ വലതു ഭാഗത്ത് നിന്നാണ് മുടി ചെയ്യാൻ തുടങ്ങിയിരുന്നത്. അവിടുന്ന് കമീസ് ധരിക്കുമ്പോൾ ആദ്യം വലത് കൈയിന്റെ കമീസാണ് ധരിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വലതിന് പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നു. മുസ്ലിമിന്റെ സംസ്കാരത്തിലേക്ക് അതിനെ അടർത്തി വെക്കാൻ നമ്മൾ ശ്രമം നടത്തണം. എല്ലാ മേഖലകളിലും മുസ്തഫ നബി തങ്ങളെ കാണാനും കാണിപ്പിക്കാനും നമുക്ക് സാധ്യമാകണം. ഇപ്പൊ ഏപ്രിൽ ഫുൾ വരികയാണ്. ഒരു തിരിച്ചറിവ് വേണ്ടേ പ്രിയപ്പെട്ടവരെ? വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഡേ ഇപ്പൊ കഴിഞ്ഞു പോയി. ഇപ്പൊ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഡേ അഥവാ സൗഹൃദത്തിന് വേണ്ടി ഒരു ദിവസം. അന്ന് കുറെ സുഹൃത്തുക്കള് തന്റെ കൂടെ നൈറ്റ് ക്ലബിൽ സജീവമാകുന്ന സുഹൃത്തിനെ സപ്പോർട്ട് ചെയ്യാനും കള്ളുകുടിയന്മാരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ ഫോർവേഡ് ചെയ്യുകയുണ്ടായി. അതല്ല യഥാർത്ഥത്തിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ റജുലാനി, 2 മനുഷ്യന്മാര് തഹാബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പരസ്പരം ഇഷ്ടപ്പെടുകയാണ്. വജ്തമാ അലൈഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. വതഫറഖ അലൈഹി, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ തന്നെ അവർ വിട്ടുപിരിയുകയാണ്. അങ്ങനെയുള്ള ചില സൗഹൃദങ്ങൾക്ക് ഇസ്ലാം വലിയ മൂല്യം കൊടുത്തിട്ടുണ്ട് എന്നാണ്. ആ മൂല്യങ്ങളിലേക്കാണ് ലോകത്തെ നമ്മൾ കൈപ്പിടിച്ച് ആനയിക്കേണ്ടത് എന്നർത്ഥം. പുതിയ ലോകത്ത് അതുണ്ടാകണം. ഇപ്പൊ ഭൗതികമായിരിക്കുന്ന പ്രമത്തതയാണ് നമ്മുടെ ആളുകൾക്കിടയിൽ വല്ലാതെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദുനിയാവിലൂടെ ശുഗലായി ആഖിറത്തിനെ മറന്നു, ഖബറിനെ മറന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമുദായത്തിന് പഠിപ്പിച്ചു തന്ന മൂല്യങ്ങളെ മറന്നു. അത് തന്നെയാണ് മൂല്യനിരാസ എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം മദീനത്തെ പള്ളിയിലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ലല്ലോ. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഫാത്തിമത്തു സഹറ ബത്തൂരിന്റെ ഭർത്താവായ അലിയാർ തങ്ങള് മദീന മുനവ്വറയുടെ മസ്ജിദ് നബവിയിലെ മിമ്പറിൽ കയറി. എന്നിട്ട് ഖുതുബ നിർവഹിക്കുന്നതിന്റെ ഇടയിൽ രൂക്ഷമായ ഭാഷയിലാണ് ദുനിയാവിനോട് സംസാരിച്ചത്. യാ ദുനിയാ, അല്ല ഭൗതിക ലോകമേ, അബീ തഅറൽതി, എന്നോടാണ് നീ മോട്ട് കാണിക്കുന്നത്. അംലി തശവഫ്തി, എന്നോടാണ് നീ എതിര് പ്രവർത്തിക്കുന്നത്. അലിയല്ലാത്തവരെ വേണമെങ്കിൽ നിനക്ക് വഞ്ചിക്കാം, അലീനെ വഞ്ചിക്കാൻ കിട്ടൂല. ആരോട് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്? ദുനിയാവിനോട് പറയാൻ. ഇസ്ലാമിന്റെ നേതാവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ദുനിയാവിനോട് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഖദ് ബതത്തുകി സലാസ, നിന്റെ 3 തലാഖ് ഞാൻ ചൊല്ലിയിരിക്കുകയാണ്. ദുനിയാവിനോട് പറഞ്ഞു പോയി. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ദുനിയാവിനോട് പറയാൻ, നിന്റെ 3 തലാഖ് ഞാൻ ചൊല്ലി.
ഒന്നാമത്തെ ത്വരാഖിന്റെ കാരണം ഉംറുക്കി ഖസീർ, നിന്റെ ആയുസ് വളരെ ശുഷ്കമാണ്. വഐശുക്കി ഹഖീർ, രണ്ടാമത്തെ ത്വരാഖിന്റെ കാരണം നിന്റെ ജീവിതം വളരെ നിസ്സാരമാണ്. മൂന്നാമത്തെ ത്വരാഖിന്റെ കാരണം വഖതറുക്കി കബീർ, നിന്റെ പ്രശ്നമാണെങ്കിലോ ഗുരുതരമാണ്. അതുകൊണ്ട് എനിക്ക് ഇനി നിന്നിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് ദുനിയാവിന്റെ മുഖത്ത് നോക്കിയിട്ട് പ്രഭാഷണം നടത്തി സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിനെ അത് മനസ്സിലാക്കാനുള്ള ഫഹ്മ് പടച്ചറപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ഞാനാകുന്ന വിജ്ഞാനത്തിന്റെ പട്ടണത്തിലേക്ക് കടന്നു വരാൻ ഒരു കവാടം വേണം. അങ്ങനെ ഒരു കവാടം ഇസ്ലാമിക ചരിത്രത്തിലുണ്ടെങ്കിൽ അതാണ് സയ്യിദുനാ അലിയ്യുൻ കറമല്ലാഹു വജ്ഹാ എന്നും മരിയാരി തങ്ങളെ പറ്റി നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ലോകത്ത് കാട്ടി തന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് വലിയ സന്ദേശമാണ്. എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടേണ്ടതിനെ ഇഷ്ടപ്പെടുക, അല്ലാത്തതിനെ ബഹിഷ്കരിക്കുക. ആ ബഹിഷ്കരണത്തിന്റെ സന്ദേശം പോലും ശരിക്ക് പറഞ്ഞു തന്നു. സഹാബത്തിന് ഐക്യം പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ വിഷയത്തിലും നന്മ മനസ്സിലാക്കുന്ന വിഷയത്തിലും നിങ്ങൾക്ക് യൂണിറ്റി വേണം സഹാബികളെ എന്ന് അലി റളിയല്ലാഹു അൻഹു തന്റെ വിലപ്പെട്ട ഉപദേശങ്ങളിലൂടെ സഹാബത്തിനെ ബോധ്യപ്പെടുത്താറുണ്ടായിരുന്നു. ഇന്ന് നമ്മള് ക്ലാസിഫിക്കേഷനിലാണ്. മുസ്ലിം സമുദായം രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ലോകത്തെ ഏറ്റവും വലിയൊരു സെറ്റപ്പോട് കൂടെ ജീവിക്കാൻ എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ മുമ്പിലുണ്ട്. വലിയ പണ്ഡിതന്മാര്, ഒരുപാട് സംവിധാനങ്ങള്, ലോകരാഷ്ട്രങ്ങളിൽ നല്ല ഇൻകം നേടാൻ നല്ല സോഴ്സുള്ള ബേസിക്കലായിട്ടുള്ള അസറ്റുള്ള മുസ്ലിം രാജ്യങ്ങള് ഒക്കെ ഉണ്ട്. പക്ഷേ രാജ്യങ്ങളെ മുഴുവൻ ഭിന്നിച്ച് പോയി. അതുകൊണ്ട് നമ്മൾ എന്തായി? മലവെള്ളപ്പാച്ചിലെ ചണ്ടികളായി മാറി. മുസ്ലിമിന്റെ ഇസ്സത്ത് പോയതോടുകൂടെ ചണ്ടിയായി പോയി. നിബിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ന് സഹാബത്തിനോട്, സഹാബികളെ, അവസാന കാലഘട്ടത്തിൽ നമ്മുടെ ആളുകൾക്ക് സ്ട്രെങ്ത്തിന്റെ കുറവായിരിക്കൂല. അവമീൻ കില്ലത്തിന്റെ ഹനയാ റസൂലല്ലാഹ് എന്ന് സഹാബികൾ ചോദിച്ചിട്ടുണ്ടല്ലോ. പുണ്യനബിയെ, നമ്മുടെ സമുദായം വന്ന് എണ്ണത്തിൽ കുറഞ്ഞത് കൊണ്ടാണോ അവർ നിന്നെ അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, അല്ല, വലാകിന്നകും അൻതും കസീർ, നിങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, നിങ്ങളുടെ അനുയായികൾ. അവസാന കാലഘട്ടത്തിൽ വരുന്ന ഇസ്ലാമിന്റെ അനുയായികൾ അംഗസംഖ്യ കൂടുതലായിരിക്കും. പക്ഷേ വലാകിന്നഹും കഉസാഇസൈൽ, പക്ഷേ അവരുടെ പ്രശ്നം എന്താണ്? മലവെള്ളപ്പാച്ചിലിൽ വരുന്ന ചണ്ടികളെ പോലെ അവർ നിസ്സാരരായിരിക്കും. അവരുടെ കാര്യങ്ങൾക്ക് വിലയുണ്ടാകൂല. ഇപ്പൊ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയെടുത്ത് നിങ്ങളൊന്ന് പരിശോധന നടത്തി നോക്ക്. 2 ദിവസം മുമ്പ് വിനീതനായ ഞാൻ സുൽത്താൻ ബത്തേരിയിൽ പ്രഭാഷണത്തിന് വേണ്ടി കടന്നുപോയി. പകൽ സമയത്ത് വയനാട് ജില്ലയിലെ ഒരു മുസ്ലിം മഹല്ല് കേന്ദ്രീകരിച്ചിട്ട് നടത്തപ്പെട്ട മഹല്ല് കുടുംബ സംഗമത്തിലായിരുന്നു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പോ അവിടെ 20ഓളം റോഹിംഗ്യൻ മുസ്ലിം അഭയാർത്ഥികൾ റെഫ്യൂജി ക്യാമ്പിലുണ്ട്. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അന്യരാജ്യത്ത് അധിവസിക്കുന്ന മുസ്ലിങ്ങളാണ്. അവരെങ്ങനെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ എത്തി എന്ന് അന്വേഷണം നടത്തിയപ്പോ WMO വയനാട് മുസ്ലിം ഓർഫനേജിന്റെ അധികൃതരാണ് ഇവരെ ഇവിടെ പുനരധിവസിപ്പിച്ചത്. അവരതിന്റെ കാരണം പറയാണ്, മ്യാൻമറിൽ താമസിക്കുന്ന മുസ്ലിങ്ങള് അവിടുത്തെ ബുദ്ധ തീവ്രവാദികളുടെ നിഷ്ഠൂരമായ അക്രമത്താല് വളരെ കഷ്ടപ്പാടിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 50% സാധാരണ ജനങ്ങളിൽ നിന്ന് ആളുകളെ തെരഞ്ഞെടുക്കുകയാണ്. പിന്നെ 25% പോലീസ് വിഭാഗത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. അവശേഷിക്കുന്ന 25% സൈന്യത്തിൽ നിന്ന്, പട്ടാളത്തിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത്. ഈ 3 വിഭാഗവും കൂടിയിട്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ നിഷ്ഠൂരമായിട്ട് ആക്രമിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നല്ല കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കൃഷിസ്ഥലങ്ങളിൽ നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ, ഏറ്റവും നല്ല കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ ഈ 3 വിഭാഗവും വന്നാണ്ട് കൊള്ളയടിച്ച് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ബലാത്കാരമായിട്ട് പിടിച്ചു വാങ്ങുക. അതിൽ പൈസ ഈടാക്കാൻ പറ്റൂല.
പിന്നെ അവിടുത്തെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഒരു വിവാഹം, അവരുടെ നിക്കാഹ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടുത്തെ സർക്കാരിൽ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് സമർപ്പിക്കണം. അതിന് 10,000 രൂപ അവിടെ ഗവൺമെന്റിൽ കെട്ടണം. അങ്ങനെ മുസ്ലിങ്ങൾ അങ്ങോട്ട് ദ്രോഹിച്ച് രാജ്യത്തെ പൗരത്വ സിറ്റിസൺഷിപ്പ് കൊടുക്കൂല, നിങ്ങൾക്ക് ഇവിടെ അധിവസിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞു. ഒരുപാട് അഭയാർത്ഥികൾ കടലിലേക്ക് കുടുംബസമേതം ബോട്ടിൽ ഇറങ്ങി. 100, 200, 300 ആളുകൾ ചെറിയ ബോട്ടുകളിൽ കടലിന്റെ നടുവിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന വാർത്ത ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആഴ്ചകളോളം ഉൾക്കടലിൽ വെയിൽ കൊണ്ടിട്ട് മഴ കൊണ്ടിട്ട് അവസാനം തിരമാലകൾക്കിടയിൽ കുഞ്ഞുമക്കൾ മരിച്ചുപോയി. ഒരുപാട് ദുരിതങ്ങൾ അവർ അനുഭവിക്കുകയുണ്ടായി. അവരുടെ കൂട്ടത്തിൽ നിന്നാണ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലേക്ക് കടന്നു വന്ന റോഹിംഗ്യ മുസ്ലിങ്ങൾ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് എന്ന് അന്വേഷണം നടത്തുമ്പോഴാണ് കഥയുടെ ചുരുളഴിയുന്നത്. അവർ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. 100ഓളം ആളുകൾ എവിടേക്കാണ് ഓടിപ്പോയത്? മുസ്ലിം രാജ്യമായ ബംഗ്ലാദേശിലേക്ക് കടന്നുപോയി. ബംഗ്ലാദേശിൽ അവർ താമസിച്ചു. അവിടെയും അവർക്ക് സ്വാതന്ത്ര്യമില്ല, വേണ്ട ഭക്ഷണം കിട്ടുന്നില്ല, ജോലി കിട്ടുന്നില്ല, താമസിക്കാൻ സുഖമില്ല. അവിടെ നിന്ന് അവർ വെസ്റ്റ് ബംഗാളിലേക്ക് കടന്നു പോവുകയാണ്, പശ്ചിമ ബംഗാളിലേക്ക്. ബംഗാളിലൂടെ ഇന്ത്യ രാജ്യത്തെത്തി. ഇന്ത്യ രാജ്യത്തിന്റെ ക്യാപിറ്റൽ സിറ്റിയാകുന്ന ന്യൂഡൽഹിയിലേക്ക് പിന്നെ അവർ കടന്നു വരികയാണ്. ഡൽഹിയിലും അവർക്ക് താമസം പിടുത്തം കിട്ടുന്നില്ല, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന കശ്മീർ അവർ തെരഞ്ഞെടുക്കുകയാണ്. കശ്മീരിലേക്ക് അഭയാർത്ഥികളെ പോലെ പാവപ്പെട്ട റോഹിംഗ്യ മുസ്ലിങ്ങൾ കടന്നുപോയി. കശ്മീരിൽ ആ സമയത്ത് കൊടിയ തണുപ്പാൻ, മരം കോച്ചുന്ന മാമരം കോച്ചുന്ന തണുപ്പാൻ. ആ തണുപ്പിൽ പാവപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുമക്കളും ടെന്റ് കെട്ടിയിട്ട് പുൽമേടുകളിൽ താമസിച്ചു. രാവിലെ ജോലിക്ക് പോകും. ഇവര് പറയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 കുഞ്ഞുമക്കൾ ടെന്റിൽ നിന്ന് പാമ്പ് കടിയേറ്റിട്ട് മരിച്ചുപോയി. കശ്മീരിലെ കൊടും തണുപ്പ്. പിന്നെ അധിവസിക്കാൻ ഒരു ടെറസിന്റെ ബിൽഡിംഗ് ഇല്ല, ഓടിട്ട ബിൽഡിംഗ് ഇല്ല. ടാർപോളിൻ കെട്ടിയിട്ട് ടെന്റ് ഉണ്ടാക്കിയിട്ടതിലാണ് ഞങ്ങൾ കുഞ്ഞുമക്കളെ അന്തി ഉറക്കിയത്. അതിൽ വെച്ചിട്ട് പാമ്പ് ദംസനമേറ്റിട്ട് സർപ്പദംസനമേറ്റിട്ട് ഞങ്ങളുടെ 2 കുഞ്ഞുമക്കള് മരിച്ചുപോയി. അവശേഷിക്കുന്ന ബന്ധുക്കളെയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് വണ്ടി കയറി. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ റോഹിംഗ്യ മുസ്ലിങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ അവിടെ MMMK എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്, മുസ്ലിം മക്കൾ മുന്നേറ്റ കഴകം. മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റിലീഫ് സൊസൈറ്റി പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന MMMKയുടെ അധികൃതര് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെത്തി വിവരം അറിയുകയും അവിടെ അവരുടെ മഹലിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു കല്യാണ മണ്ഡപം റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കല്യാണ മണ്ഡപത്തിൽ എന്തെങ്കിലും പരിപാടിയോ കല്യാണോ സൽക്കാരോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവര് ചട്ടിയും പാത്രവും ബാഗും തുണിയും കുപ്പായും ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങി നിൽക്കണം. എപ്പോഴാ കല്യാണ മണ്ഡപത്തിലെ പരിപാടി തീരുക അപ്പോഴേ ഇവർക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ കേടി സഹിച്ചിട്ട് ആണും പെണ്ണും ഭാര്യയും ഭർത്താവും കുഞ്ഞു മക്കളും ഒക്കെ നിന്നു. ഇതിന്റെ ഇടയിലാണ് ദി ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഇംഗ്ലീഷ് ദിനപത്രം തമിഴ്നാടിലെ തൂത്തുക്കുടിയിലെ ഈ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണത്തിൽ ഓഡിറ്റോറിയത്തിൽ കഴിയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ദയനീയാവസ്ഥ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വയനാട്ടിലെ കുറച്ച് വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാര് ഇംഗ്ലീഷ് പത്രം വായിച്ചു. അവർ WMA എന്ന് പറയുന്ന വയനാട്ടിലെ സംഘടനയോട് വിഷയം പറഞ്ഞു. അന്ന് രാത്രി തന്നെ WMAയുടെ പ്രവർത്തകന്മാര് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് പോകാണ് വണ്ടി എടുത്തിട്ട്. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്. തമിഴ്നാട്ടിലെ പള്ളിയിലെ ഖത്തീബ് കേരളത്തിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ എത്തിച്ചേർന്ന ആളുകളെ പറ്റിയിട്ടുള്ള വിവരമൊക്കെ പള്ളിയിൽ പറഞ്ഞു. അവരെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്കൊരു സഹായം കൊടുക്കണമെന്ന് ഖത്തീബ് പറഞ്ഞപ്പോ 10 മിനിറ്റ് കൊണ്ട് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ മസ്ജിദുൽ ജാമിയിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയത് 30,000 രൂപയാണ്. അന്ന് ഇമാമ പറഞ്ഞു, കേരളക്കരയിലെ മുസ്ലിങ്ങളെ നമ്മൾ മാതൃകയാക്കേണ്ടതുണ്ട്. പാവപ്പെട്ട റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അധിവസിക്കാനുള്ള പാർപ്പിടമില്ല, നേരത്തിന് ഭക്ഷണമില്ല. അങ്ങനെ നരകിച്ച് നമ്മുടെ നാട്ടിൽ അവർ കഴിയുന്ന വാർത്ത ഒരു ഇംഗ്ലീഷ് പത്രത്തിലൂടെ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ ഏറ്റെടുക്ക എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്.
എന്നിട്ട് കേരളത്തിനെ പറ്റി ആ പള്ളിയിൽ ഒരുപാട് വാത്തോരാതെ സംസാരിച്ചു. അവിടുത്തെ ഇമാം അന്ന് തന്നെ അവർക്ക് പോരാനുള്ള എല്ലാ രേഖകളും റെഡിയാക്കി. SP കണ്ടു, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വെരിഫിക്കേഷൻ ക്ലിയറൻസ് ഒക്കെ നടത്തി. ഇനി മാനന്തവാടിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അവിടുത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടു. നാളെ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവർ മൈസൂരിലേക്ക് വണ്ടി കയറുകയാണ്. മൈസൂരിലേക്ക് കേരളത്തിലെ അധികൃതർ ഇവരെ കൊണ്ടുവരുമ്പോ മൈസൂരിൽ വെച്ച് ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോകുമ്പോ റോഹിംഗ്യൻ മുസ്ലിം കുടുംബങ്ങളോട് നമ്മുടെ പ്രവർത്തകന്മാർ ചോദിച്ചു, നിങ്ങൾക്ക് വെജിയാണോ നോൺ വെജിയാണോ ഫുഡായിട്ട് വേണ്ടത്? ഇവരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് വെജിറ്റബിൾ മതി, നോൺ വെജ് വേണ്ട. എന്തേ നിങ്ങൾ നോൺ വെജ് കഴിക്കൂലേ എന്ന് ചോദിച്ചപ്പോ അവര് പറയാണ്, നോൺ വെജ് കഴിക്കാത്തത് കൊണ്ടല്ല, പക്ഷെ ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും അത് ഹലാലാണോ ഹറാമാണോ എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങളത് അവോയ്ഡ് ചെയ്യലാണ്, ഒഴിവാക്കലാണ് എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രിക്റ്റ് ഇസ്ലാമിക് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇസ്ലാമിന്റെ വിഷയത്തിൽ അത്രയും കാർക്കശ്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഇസ്ലാമിന്റെ വിശ്വാസികളാണ് അഭയാർത്ഥികളായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. ആരോട് മറുപടി പറയാനാണ്? അക്രിം ജാറക വലൗ കാന കാഫിറാ. അന്യമതസ്ഥനാണെങ്കിൽ പോലും നിന്റെ അയൽവാസി പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഇസ്ലാം, നിന്റെ പരിശുദ്ധ മതത്തിന്റെ വിശ്വാസം ടെസ്റ്റ് ചെയ്യണം എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ ഒരു ആചാര്യനെ പോലെ കടന്നു വന്ന തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതൃക പിൻപറ്റി ജീവിക്കുന്ന ഒരു മുസ്ലിമിന് ഈ വാർത്ത കേൾക്കുമ്പോ എന്തൊരു വികാരം ഉണ്ടാകണം? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവരിപ്പോ മിനിയാന്ന് ഞാൻ പോയി കണ്ടൊരു വാർത്ത, എന്റെ കണ്ണുകൊണ്ട് കണ്ടൊരു വാർത്തയാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ മുമ്പിൽ പറഞ്ഞത്. ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് ലോകത്തിന്റെ ഒരുപാട് രാഷ്ട്രങ്ങളുടെ മൂലകളിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന അഭയാർത്ഥികൾ, ആഗോള പൗരന്മാരാണ് അവരെ നോക്കാൻ ആളില്ല, അവർക്ക് നേരത്തിന് ഭക്ഷണം കൊടുക്കാൻ ആളില്ല, പട്ടിണി കടന്നിട്ട് മരിച്ചു പോകാൻ. നമ്മൾ ചിന്തിച്ചു നോക്കണം, നമ്മുടെയൊക്കെ സമുദായത്തില് ഒരു മാസത്തെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ റീചാർജ് നടത്താൻ വേണ്ടിയിട്ട് കൂലിപ്പണിക്ക് പോലും പോകുന്ന ചെറുപ്പക്കാരൻ പറയാണ് 3G നെറ്റ് കണക്ഷൻ, പിന്നെ എന്റെ കോൾ ചാർജ് എല്ലാം പാടെ കൂട്ടിയിട്ട് ഒരു 1000-ന്റെ 1200-ന്റെ ഇടയിൽ റേറ്റ് വരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടന്നു പോണ്, നമ്മുടെ ജീവിതം നടന്നു പോണ്, തട്ടലില്ലാതെ മുട്ടലില്ലാതെ നടന്നു പോണ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഒരു യുനാനിമസായി യൂണിറ്റിയോടുകൂടെ നമ്മളെ കാര്യങ്ങൾക്ക് വേണ്ടി, ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘടിത സ്വഭാവത്തെ സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി സഹാബികൾ പറയാൻ, ഫകാന അഹബ്ബു തആമി ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ കസറതു ഫീഹിൽ ഐദി. ഒരുപാട് കൈകൾ നീണ്ട തളികയിലാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരിക്കാറുള്ളത് എന്നാണ്. സഹാബികൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തുനിന്ന് ഭക്ഷണ തളികയിലേക്ക് വരുമ്പോ ഏത് വട്ടത്തിലാണ് ആളുകൾ കൂടുതൽ എന്ന് നോക്കുമെന്ന് വീക്ഷിക്കും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തെരഞ്ഞെടുക്കും ഏറ്റവും കൂടുതൽ ആളുകളുടെ കൈകൾ ഏത് തളികയിലേക്കാണ് കടന്നു പോകുന്നത്, ആ തളികയിൽ എനിക്കൊരു ഇരിപ്പിടം വേണം സഹാബികളെ എന്ന് പറയും. ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷിക്കുന്ന വട്ടത്തിലേക്ക് പോയിട്ട് അവരിൽ ഒരുവനായിട്ട് ഇരിക്കാൻ, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ, ലോകത്തിന്റെ മുമ്പിൽ സദാചാര പരിശുദ്ധിയുടെ ലാളിത്യം നമ്മളെ പഠിപ്പിക്കാൻ ഒരു നായകൻ മുന്നോട്ട് വരികയാണ്. യുദ്ധകളത്തിലേക്ക് സഹാബത്ത് കടന്നുപോയി. യുദ്ധവേളയിലുള്ള യാത്രക്കിടയിൽ അവർ വിശ്രമിക്കാൻ വേണ്ടി ടെന്റ് കെട്ടുകയാണ്. പുണ്യ നബിയോട് പറഞ്ഞ്, പരിശുദ്ധ നബിയെ അങ്ങ് ടെന്റിൽ പോയി വിശ്രമിക്കണം യാ റസൂലല്ലാഹ്. എന്നിട്ട് സഹാബികൾ പറഞ്ഞു, ഞങ്ങളിൽ ചില ആളുകൾ ഒട്ടകത്തെ കശാപ്പ് ചെയ്യും റസൂലേ, ഞങ്ങളിൽ ചില ആളുകൾ ഒട്ടകത്തിന്റെ മാംസങ്ങളെ കഷ്ണങ്ങളാക്കും, ചില ആളുകൾ അതിനെ വേവിക്കും, ചില ആളുകൾ ഭക്ഷണം ശേഖരിക്കും. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി പറഞ്ഞപ്പോ, എന്നാൽ മുഹമ്മദ് ടെന്റിൽ പോയി ഇരുന്ന് വിശ്രമിക്കാനുള്ളവനല്ല, ഞാൻ കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിക്കും, എന്റെ കൂടെ 2 ആളുകൾക്ക് കൂടി കടന്നു വരാം എന്ന് പറഞ്ഞ് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരുവനായിട്ട് പ്രവർത്തിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. അതാണ് ജീവിതത്തിന്റെ ലാളിത്യം. UK-യിലേക്ക് ജോലി ആവശ്യാർത്ഥം പോയ 4 മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർത്തു പോകാൻ. യൂറോപ്യൻ കൺട്രിയിലേക്കാണ്, ലാറ്റിൻ അമേരിക്കൻ കൺട്രിയിലേക്കാണ് അവർ പോയത്. അവിടെ പോയി അവിടെ ഒരു വലിയൊരു വീട് വാടകയ്ക്ക് എടുത്തു. ഈ 4 മലയാളികളും കൂടിയിട്ട് UK-യിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അവർക്ക് അവിടെ തന്നെ ജോലിയാണ്.
അപ്പൊ ആ വീട് വാടകയ്ക്ക് എടുത്തതിന്റെ ശേഷം ഈ വീട് ആരിൽ നിന്നാണ് ഇവർ വാടകയ്ക്ക് എടുത്തത്? ഇവർക്ക് വാടകയ്ക്ക് കൊടുത്ത ആളല്ല ഇതിന്റെ ഒറിജിനൽ ഓണർ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഓണറിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ട് മേൽവാടകക്കാണ് മലയാളികൾക്ക് കൊടുത്തത്. ആവട്ടെ അല അയ്ഹാൽ എന്താവട്ടെ, മലയാളികൾ അത് വാടകയ്ക്ക് എടുത്തു, അതിൽ താമസിച്ചു പോവാൻ. അപ്പോ ഇതിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഇതിൽ പൈപ്പോ മറ്റ് എന്തെങ്കിലും ഇതിന്റെ വസ്തുക്കൾ യന്ത്ര സംവിധാനങ്ങളൊക്കെ കേടായി കഴിഞ്ഞാൽ മേൽവാടകയ്ക്ക് തന്ന ആൾക്കാർ തന്നെ അത് ശരിയാക്കണം. വാടകയ്ക്ക് അതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അതിൽ റോളില്ല. അങ്ങനെ അവർ ജീവിച്ചു പോകുന്നതിൻ്റെ ഇടയിലാണ് ഈ മലയാളി സുഹൃത്തുക്കൾ പറയാണ് ഞങ്ങളുടെ ബാത്റൂമിൽ പൈപ്പ് കേടായി. അപ്പൊ ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്ന ബ്രോക്കറോട് ഞങ്ങൾ പറഞ്ഞു, ഫോൺ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ പൈപ്പ് കേടായിട്ടുണ്ട്, അടിയന്തരമായിട്ട് നന്നാക്കണം. ബ്രോക്കർ ഞങ്ങളോട് പറഞ്ഞു യെസ്, പെട്ടെന്ന് ആള് വരും, അവിടെ ഒരാൾ വരും, നിങ്ങളെ പൈപ്പ് ശരിയാക്കി തരും. പറയേണ്ട താമസം 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ, ഒരു പടുവൃദ്ധനായൊരു മനുഷ്യൻ ഒരു സഞ്ചിയുടെ കീസ് ബാഗൊക്കെ തൂക്കിയിട്ട് അങ്ങനെ വരികയാണ്. നല്ല ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞ് കോളിംഗ് ബെല്ലടിച്ച് അദ്ദേഹം ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു. വീട്ടിലേക്ക് കയറി ഷെയ്ക്ക് ഹാൻഡ് തന്നു. എല്ലാ 4 മലയാളികൾക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു എവിടെയാണ് പൈപ്പ് കേടായത്. മലയാളികൾ ബാത്റൂം കാണിച്ചു കൊടുത്തു. അദ്ദേഹം അവിടെ ചമ്രം പടിഞ്ഞ് ഇരുന്നിട്ട് തന്റെ ബാഗ് തുറന്നിട്ട് ടൂൾസ് എല്ലാം എടുത്തിട്ട് പഴയ പൈപ്പ് മാറ്റി പുതിയ പൈപ്പ് അവിടെ ഫിറ്റ് ചെയ്തു. തിരിച്ചു പോരുമ്പോൾ ഒരു സ്ലിപ്പിൽ തന്റെ മൊബൈൽ നമ്പർ എഴുതി കൊടുത്തിട്ട് പറയാൻ, ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരും. അദ്ദേഹം പോയി. മലയാളികൾക്കൊരാശങ്ക, ഇവിടെ ഈ രാജ്യത്ത് ഇത്രയും ചെറുപ്പക്കാരുണ്ടായിട്ട് എന്താ ഇവര് ഒരു വയസ്സായ ഒരു വൃദ്ധനായ മനുഷ്യനെ ജോലിക്ക് പറഞ്ഞയച്ചത്? ഇവര് ബ്രോക്കർക്ക് വീണ്ടും വിളിച്ചാണ്ട് ചോദിക്കാണ്, അല്ല സഹോദര, നിങ്ങളെന്താ ഇത്രയും ചെറുപ്പക്കാരുള്ള ഈ നാട്ടില്, നല്ല യങ്സ്റ്റേഴ്സ് ഉള്ള ജെന്റിൽമാൻ ഉള്ള ഈ നാട്ടില് ഒരു വൃദ്ധനായ ഒരു മനുഷ്യനെ പറഞ്ഞയച്ചത് എന്ന് ചോദിച്ചപ്പോ ബ്രോക്കർ പറഞ്ഞു, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം, ആ വന്നത് ഒരു ജോലിക്കാരനല്ല. നിങ്ങൾ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീടിന്റെയും അതുപോലെയുള്ള ഈ രാജ്യത്തെ 10-25ഓളം ഫ്ലാറ്റുകളുടെയും ഉടമസ്ഥനായ മുതലാളിയാണ് കീസ് നല്ല സഞ്ചിയുടെ ബാഗൊക്കെ തൂക്കിയിട്ട് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് പൈപ്പ് ശരിയാക്കി തിരിച്ചു പോയത്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ജർമ്മനിയിൽ 8 പീരീഡിൽ 1 പീരീഡ് കോമൺ സെൻസ് പഠിപ്പിക്കുന്നു, സർവീസ് പഠിപ്പിക്കുന്നു, ക്ലീനിങ് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ മാതിരി എത്ര വലിയ കോടീശ്വരനാണെങ്കിലും തറപ്പണി എടുക്കാൻ പറയുകയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് തറപ്പണി എടുക്കാൻ അവർക്ക് സാധിക്കും. അതൊരു കോമൺ സെൻസ് ആണ്, അതൊരു സംസ്കാരമാണ്. നമ്മളെ നാട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിൽക്കുന്ന അവസ്ഥ കണ്ടില്ല നിങ്ങള്? റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിൽക്കുകയാണെങ്കിലോ ഒരു നീണ്ട ക്യൂ ഉണ്ടാവും, 10-25ഓളം ആൾക്കാർ ക്യൂവിൽ നിന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ മുന്നിൽ ഒരാളെടുത്ത് പോയാണ്ട് പറയാണ് എൻ്റെ കൂടി ടിക്കറ്റ് എടുക്കുമോ, ഇല്ലെങ്കിൽ ചോദിക്കുകയാണ് എനിക്കൊരു ഗ്യാപ്പ് തരുമോ. ഒരു 3-ാമൻ്റെ അടുത്ത് അല്ലെങ്കിൽ 4-ാമൻ്റെ അടുത്ത് അല്ലെങ്കിൽ 5-ാമൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയാണ് എനിക്ക് നിങ്ങളെ മുമ്പിൽ ഒരു ഗ്യാപ്പ് തരുമോ. 5-ാമനായ നിൽക്കുന്ന സഹോദരന് നമ്മളെ ഫ്രണ്ടാണ് എന്ന് കരുതിയാൽ തന്നെ എങ്ങനെയാണ് ആ നിൽക്കണതിന്റെ ഹുക്കുമ് ഞാനൊന്ന് ചോദിക്കട്ടെ. അവൻ മാത്രം സഹിച്ചാൽ മതിയോ? അല്ലല്ലോ. അപ്പൊ ബാക്കിൽ നിൽക്കുന്ന 25-ാമൻ 26-ാമനായി, 24-ാമൻ 25-ാമനായി, എല്ലാരും സഹിക്കാൻ. നമ്മളെ നാട്ടില് നമ്മളെ പരിചയമുള്ള പോലെ നമ്മളെ മുന്നിക്ക് കയറ്റും നടത്തും. എന്നാ ഇംഗ്ലീഷുകാർ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. അവരെടുത്ത് വന്നാണ്ട് പറയാണ്, ഞാൻ എക്സ്ക്യൂസ് മീ, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ ഏത് ട്രെയിനാണ് പോകുന്നത്? അപ്പോൾ പറയും 8:10 ട്രെയിനാണ്. എന്നാൽ എനിക്ക് 8 മണിയുടെ ട്രെയിനാണ് പോകാറുള്ളത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് മുമ്പിലേക്കാക്കണം. ഇദ്ദേഹം എങ്ങനെ മുമ്പിലേക്കാക്കുക? താൻ നിൽക്കുന്ന സ്ഥാനത്ത് എക്സ്ക്യൂസ് മീ പറഞ്ഞ ഈ അടിയന്തര കേസുള്ള മനുഷ്യനെ നിർത്തിയിട്ട് ഇദ്ദേഹം ഏറ്റവും പിന്നിലെ സൊഫിൽ പോയി നിൽക്കുകയാണ്. ആർക്കും ബുദ്ധിമുട്ടില്ല, താൻ ഒരു മനുഷ്യന് ദ്രോഹം ചെയ്തിട്ടില്ല, ഒരു ഉപകാരമാണ് ചെയ്തത്. ഇതാണ് കോമൺ സെൻസ്. ഇങ്ങനെയുള്ള ചില സംസ്കാരങ്ങളിലൂടെയാണ് മതം കടന്നു പോകേണ്ടത്. നമുക്ക് നേരത്തിന് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ബാക്കി എല്ലാ സംഭവമുണ്ട്. ബിഹേവിയർ ശരിയല്ല, മറ്റുള്ളവരായിട്ട് പെരുമാറുമ്പോ സ്വഭാവം ശരിയല്ല. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാല് കാട്ടിച്ചു കൊടുക്കേണ്ട ഒരു പ്രതിഭാസമാണ്. ഗാന്ധിജി പറഞ്ഞു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. അദ്ദേഹത്തിന് ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാരണം എന്താ? എല്ലാ മതക്കാർക്ക് മുമ്പിലും, ഗാന്ധിജിയുടെ മുമ്പിൽ എല്ലാ മതക്കാർക്കും സീറ്റ് ഉണ്ടായിരുന്നു. മഹാനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ആ മോഹൻദാസ് കരംചന്ദ് കുട്ടിയായിരിക്കുമ്പോ
ആഫ്രിക്കയിൽ പോയിട്ട് LLBക്ക് പഠിക്കുമ്പോഴാണ് അറബ് ഖുലഫാ എന്ന് പറയുന്ന പുസ്തകം കാണുന്നതും അതിൽ ആകൃഷ്ടനായി രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകം റഫർ ചെയ്യുന്നതും. ഉമർ റളിയല്ലാഹുവിനെ പറ്റി ഒരുപാട് പഠിച്ചു. മധ്യാഹ്ന നേരത്ത് സൂര്യൻ നട്ടുച്ച നേരത്ത് അങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോ മരിപ്പറമ്പിലെ ബദാമരത്തിന്റെ ചുവട്ടില് അന്ത്യവിശ്രമം കൊള്ളും വിശ്രമം നടത്തുന്ന ഒരു മനുഷ്യനെ പറ്റി ഗാന്ധി പഠിക്കുകയാണ്. എന്താണ് സഹോദരാ നിങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുന്നു എന്ന് ഷാമിൽ നിന്ന് വന്ന യാത്രക്കാർ ബദാമരത്തിന്റെ ചുവട്ടിൽ കീറിപ്പറിഞ്ഞ മുഷിഞ്ഞ വസ്ത്രം ഉടുത്തിട്ട് കിടക്കുന്ന മനുഷ്യനെ തട്ടി വിളിക്കുമ്പോൾ എണീറ്റുപോയി. ഒന്നുമല്ല, ഇന്നലെ എന്റെ ഭരണീയരായ ആളുകളുടെ ക്ഷേമാശ്വര്യങ്ങൾ അന്വേഷിച്ച് നടക്കാൻ ഉമർ ഒരുപാട് ഉറക്കൊഴിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഉച്ച നേരത്താണ് ഉറങ്ങാറുള്ളത്. തട്ടി വിളിച്ച ആളുകള് അത്ഭുത പരതന്ത്രരായി പോയി. തമ്പുരാനെ, ഞങ്ങൾ തട്ടി വിളിച്ചത് അറേബ്യയുടെ ഭരണാധികാരിയെയാണോ? ഉമറിനും കൊട്ടാരമില്ല, കൂട്ടിനോ പരിവാരമില്ല, ചുറ്റും കാവൽക്കാരുമില്ലാതുള്ള നേതാവ് അവരാ മഹാത്മാവ്. കാവൽക്കാരില്ലാതെ, പരിവാരങ്ങളില്ലാതെ, സൈന്യങ്ങളില്ലാതെ, പട്ടാളങ്ങളില്ലാതെ, അശ്വാരൂഢന്മാരായ അംഗരക്ഷകരില്ലാതെ ഒരു ഭരണാധികാരി അറേബ്യൻ മണലാരണ്യത്തിൽ അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു പച്ചയായ മനുഷ്യനെ കണ്ടു. മോഹൻദാസ് കരംചന്ദ് എന്ന് പറയുന്ന കൗമാരക്കാരൻ. ആ കൗമാരക്കാരൻ ആഫ്രിക്കയിലെ പഠനം കഴിഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു. ഗുജറാത്തിലെ കത്തിയാവാറിലെ പോർബന്ദർ എന്ന് പറയുന്ന തന്റെ ഗ്രാമത്തിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, ഈ രാജ്യത്ത് സമാധാനം പുലരണമെങ്കിൽ ഇവിടെ ഉമറിന്റെ ഭരണം സംജാതമാകണം. ഗാന്ധിജി അത് വെറുതെ പറഞ്ഞല്ല. നാഥുറാം ഗോഡ്സെമാര് അദ്ദേഹത്തിന്റെ നെഞ്ചിടത്തിലേക്ക് നിറയൊഴിച്ചിട്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ1000 വട്ടം ലോകത്തിന്റെ മുമ്പിൽ മാപ്പ് പറയേണ്ടിയിരിക്കുകയാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അപഗ്രഥനം നടത്തി കിട്ടിയ ഉറപ്പിന്റെ പേരിലാണ് ഇവിടെ വന്നിട്ട് നീതിക്ക് വേണ്ടി പോരാടാൻ ഉമറിനെ പോലെയുള്ള ഒരു ഭരണാധികാരിയെയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരിയെയാണ് ഇന്ത്യ രാജ്യം ആഗ്രഹിക്കുന്നത് എന്ന് പറയാൻ അദ്ദേഹം സന്നദ്ധനായി. പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു പ്രസ്താവന പിന്നെ നമ്മൾ കണ്ടത് ഈ വർഷത്തെ ഫോബ്സ് മാഗസിനിൽ ഇടംപെട്ട് പിടിച്ച ഒരേ ഒരു ഇന്ത്യക്കാരൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളുടെ കൂട്ടത്തിൽ നരേന്ദ്രമോദി പോലും ഇടം നേടാത്ത പട്ടികയിൽ ഇടം നേടിയ ഒരേ ഒരു ഇന്ത്യക്കാരനായിരിക്കുന്ന ഡൽഹി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി കേജ്രിവാൾ ഇതിനു മുമ്പ് ഒരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട്. മഹാത്മജി പറഞ്ഞു പോയ ഉമർ ഖലീഫ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കേജ്രിവാൾ പഠിച്ചിട്ടുണ്ട്. കാരണം കേജ്രിവാൾ എഡ്യൂക്കേറ്റഡ് ആണ്. അദ്ദേഹം ഒരു IAS ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സായ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. ആ തിരിച്ചറിവിലൂടെ അദ്ദേഹം അത് പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാരങ്ങളിലും ഒരു സംസ്കാരമുണ്ട്, നമ്മുടെ വേഷഭൂഷാദികളിലും ഒരു സംസ്കാരമുണ്ട്, ഒക്കെ ഉണ്ട്. വസ്ത്രം എന്ന് പറയുന്നത് എന്തിനാ? അത് ഔറത്തും യുവാരി അല്ലേ? നിങ്ങളുടെ സൗഅത്തുകളെ മറക്കാനുള്ളതാണ്. നിങ്ങളുടെ ഗോപ്യമാക്കി വെക്കേണ്ട ശരീരത്തിലെ ഭാഗങ്ങളെ മറക്കാനുള്ളതാണ് വസ്ത്രം. ഇന്ന് വസ്ത്രം എന്തിനാണ്? ഖുർആൻ വസ്ത്രപ്രയോഗം തന്നെ നടത്തിയിട്ടുണ്ട്. ഹുന്ന ലിബാസുൽ ലക്കും, ആണുങ്ങളെ പെണ്ണുങ്ങൾ നിങ്ങളുടെ വസ്ത്രമാണ്. വഅൻതും, ആണുങ്ങളെ നിങ്ങളാകുന്നതോ ലിബാസുൽ ലഹുന്ന, പെണ്ണുങ്ങൾക്കുള്ള വസ്ത്രമാണ്. ആണ് പെണ്ണിനും പെണ്ണ് ആണിനും തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രമാണ്. എന്തിനാണ് പരിശുദ്ധ വേദഗ്രന്ഥം ഈ വസ്ത്രപ്രയോഗം ദാമ്പത്യ ബന്ധത്തിൽ പറയുന്നത്? നമ്മുടെ ദാമ്പത്യം പരിശുദ്ധമാകാനാണ്. ദമ്പതി എന്ന് പറയുന്ന വാക്ക് തന്നെ അർത്ഥമാക്കുന്നത് അതാണ്. അഥവാ രക്തബന്ധം പോലുമില്ലാത്തൊരു ഏതോ ഒരുത്തിയെ ഖബിൽതു വറദീതു മിൻക നികാഹ തസ്ബീജഹ എന്ന് പറയുന്ന ഉടമ്പടിയോടുകൂടെ നമ്മൾ സ്വന്തമാക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ആ പെണ്ണുമായിട്ട് നമുക്ക് രക്തബന്ധമില്ല. രക്തബന്ധമോ കുടുംബമോ ഇല്ലാത്തൊരു പെണ്ണിനെ നമ്മൾ ആ പെണ്ണിന്റെ പിതാവിന് കൈ കൊടുത്തിട്ട് പറയാണ് ഖബിൽതു വറദീതു മിൻക നികാഹ,
നിങ്ങളിൽ നിന്ന് ഞാൻ അവരുടെ നിക്കാഹിനെ സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അങ്ങയുടെ പുത്രി എനിക്ക് സ്വന്തമാണ്, ഞാൻ അവൾക്കും സ്വന്തമാണ്. അവരുടെ ഔറത്ത് എനിക്ക്, എന്റെ ഔറത്ത് അവൾക്ക്. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം 4 ഔറത്താണ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരെ, നിങ്ങൾ ഗഹനമായിട്ട് മനസ്സിലാക്കണം. ഇസ്ലാം ഒരു പെണ്ണിന് വേണ്ടി നിഷ്കർഷിക്കുന്നത് 4 ഔറത്താണ്. അത് 4 മേഖലയിലാണ്. ഒന്നാമത്തെ അവരുടെ ഔറത്ത് എന്ന് പറഞ്ഞാൽ മഹറമിന്റെ മുമ്പിലാണ്. മഹറം, ബാപ്പ, ഉമ്മ, ബ്രദർ, സിസ്റ്റർ. മഹറമിന്റെ മുമ്പിലുള്ള പെണ്ണിന്റെ ഔറത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. അത് നിന്റെ പിതാവിന്റെ മുമ്പിലും മാതാവിന്റെ മുമ്പിലും സഹോദരങ്ങൾക്ക് മുമ്പിലും നീ സൂക്ഷിക്കണം. രണ്ടാമത് അതേ പെണ്ണിനെ വിളിച്ചിട്ട് ഇസ്ലാം കൽപ്പിച്ചു പോയി. രണ്ടാമത്തെ നിന്റെ ഔറത്ത് മറ്റൊരു ഘട്ടത്തിലാണ്. അത് നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ നിന്റെ നാഥന്റെ മുമ്പിലാണ്. അള്ളാഹുവിന്റെ മുമ്പിലുള്ള നിന്റെ ഔറത്ത് മുഖവും മുങ്കയുമല്ലാത്ത എല്ലാ ഭാഗങ്ങളുമാണ്. അതുകൊണ്ട് നിസ്കാരവേളയിൽ നിന്റെ ഔറത്ത് മറ്റൊന്നാണ് എന്ന് ഇസ്ലാം നിന്നെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് നിന്നോട് പരിശുദ്ധ മതം അത് അജ്നബിയുടെ മുമ്പിലാണ്, അന്യന്റെ മുമ്പിലാണ്. നീയുമായിട്ട് രക്തബന്ധം പോലും ഇല്ലാത്ത അന്യ പുരുഷന്റെ മുമ്പിലാണ്. അങ്ങനത്തെ പുരുഷന്റെ മുമ്പിൽ നീ മുഴുവനും ഔറത്താണ് പെണ്ണേ, നീ മുഴുവൻ ഔറത്താണെന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാന്റെ മുമ്പിൽ കാണിക്കേണ്ടതിനേക്കാൾ വലിയ ഔറത്ത് പെണ്ണിനെ കാണിക്കാനുള്ളത്, പെണ്ണിനെ സൂക്ഷിക്കാനുള്ളത് അന്യപുരുഷന്റെ മുമ്പിലാണ്. നാലാമത്തെ ഔറത്ത് ഇസ്ലാം പെണ്ണിനെ പരിചയപ്പെടുത്തുമ്പോ ഇസ്ലാം പറയുകയാണ് അത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. ആ ഭർത്താവിന്റെ മുമ്പിൽ നിനക്ക് ഔറത്തേ ഇല്ല. അപ്പൊ ഔറത്തേ ഇല്ല എന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ഇത്ര കാലം കാണൽ ഹറാമായ വ്യക്തി, ഇത്ര കാലം സംസാരിക്കാൻ പാടില്ലാതിരുന്ന വ്യക്തി, ഒരു നിക്കാഹ് എന്ന് പറയുന്ന എഗ്രിമെന്റിലൂടെ ഇവർ സ്വന്തമാവുകയാണ്. പിന്നെ ഇവരെ പറ്റി പറയുന്നത് ലിബാസ്, വസ്ത്രപ്രയോഗമാണ്. ആണ് പെണ്ണിന്റെയും പെണ്ണ് ആണിന്റെയും വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടുത്ത ഈ ഡ്രസ്സ്, ആ ഒരു എക്സാമ്പിൾ ആണ് ഇസ്ലാം നടത്തുന്നത് എന്നർത്ഥം. എന്താണ് ഡ്രസ്സിന്റെ ഫംഗ്ഷൻ? ഒരു വസ്ത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ട് വസ്ത്രം നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്നു. അത്രയും നമ്മുടെ ശരീരവുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന വസ്തു നമ്മുടെ വസ്ത്രമാണ്. അത് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെയാവണമെന്നാണ്. എപ്പോഴും ഒരു ആത്മബന്ധം അവർക്കിടയിൽ വേണം. 2, നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങളിലുള്ളതിനെ വസ്ത്രം മുഴുവൻ കാണുന്നുണ്ട്, പക്ഷേ പുറം ഭാഗത്തേക്ക് അത് കാണിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ കാലിന് നല്ലൊരു വ്രണം ഉണ്ട്, നല്ല മുറിവുണ്ട്, രക്തം ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുറിവാണ്. നമ്മൾ വസ്ത്രം ധരിക്കുന്നതോടുകൂടെ നമ്മുടെ വസ്ത്രത്തിന്റെ അകംഭാഗം നമ്മുടെ കാലിലുള്ള മുറിവിനെ ശരിക്ക് കാണുന്നതോടുകൂടെ തന്നെ നമ്മുടെ വസ്ത്രത്തിന്റെ പുറംഭാഗം ആ മുറിവിന്റെ ന്യൂനത പുറത്തേക്ക് പ്രദർശിപ്പിക്കാതെ വളരെ ഭംഗിയായിട്ട് നമ്മളെ ചിത്രീകരിക്കുകയാണ്. ഈ ഒരു ദൗത്യം ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ന്യൂനത ഷെയർ ചെയ്യാനുള്ളതല്ല, ഭാര്യയുടെ ന്യൂനത ഷെയർ ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് 2 വശം നമുക്ക് വേണം. ഒന്ന് പുറത്ത് നല്ല രീതിയിൽ പ്രദർശിപ്പിക്കാൻ, ഉള്ളിൽ എല്ലാം സഹിക്കാൻ. ആ മനോഭാവത്തെ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് ദമ്പതികളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ എങ്ങനെയാണ് അടുക്കളയിലെ കാര്യങ്ങൾ അന്താരാഷ്ട്ര വിഷയമായത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ, അടുക്കളയിൽ വെച്ച് രമ്യമായിട്ട് പരിഹരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ അങ്ങാടിയിലെത്തി? ഒരു 5 മിനിറ്റ് വാതിലടച്ചിരുന്നിട്ട് സ്വകാര്യമായിട്ട് പൊന്നേന്ന് വിളിച്ചിട്ട് സംസാരിച്ച് തീർക്കേണ്ട വിഷയം ആകെ ഫ്ലാഷ്, വാട്സപ്പിൽ ഫ്ലാഷ്, ഫേസ്ബുക്കിൽ ഫ്ലാഷ്, എല്ലായിടത്തും എത്തുകയാണ്. നാട്ടുകാർ മുഴുവൻ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. പിന്നെ ഡിവോഴ്സ് കേസിലേക്ക് എത്താൻ വലിയ പണിയൊന്നും ഉണ്ടാകൂല. അപ്പം 100 കണ്ണോടുകൂടെ നമ്മൾ ഇന്ന് ജീവിക്കണം. കാരണം എന്താണ്? ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുന്നില്ല, ഒക്കെ ഫുൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടല്ലാതെ. അന്ന് ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര നീ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല, എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്.
നമ്മൾ ഗൗനിച്ചില്ല. ഇപ്പൊ ഓരോന്ന് പുറത്തു വരികയാണ്. ഇപ്പൊ ശാസ്ത്രം പറയുകയാണ്, ഭൂമിയിലെ ഈ അന്തരീക്ഷത്തിലെ വേവ്സ്, തരംഗങ്ങളിൽ നിന്ന് നമ്മുടെ എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ പ്രപിതാക്കന്മാരുടെ ശബ്ദങ്ങളെ വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ ശാസ്ത്രലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പുതിയ ലോകം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. വളരെ ഡെവലപ്പായി പോയി. പക്ഷേ ഇങ്ങനെയൊക്കെ ഡെവലപ്പായിട്ടും ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ തമ്പുരാൻ നിരീക്ഷണ കേന്ദ്രത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഉദാഹരണം, നമ്മളൊരു മാളിൽ പോകുമ്പോൾ, കാസർകോട്ടെ മാളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ കോണി കയറുമ്പോൾ നമ്മൾ കാണുകയാണ്, യു ആർ അണ്ടർ CCTV സർവൈലൻസ്. സഹോദര, നീ CCTV നിരീക്ഷണത്തിലാണ്. അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു, എടാ നമ്മൾ CCTV വാച്ചിങ്ങിലാണ്, ശ്രദ്ധിക്കണം, മൂവ്മെന്റ് ശ്രദ്ധിക്കണം, കമാൻഡ്സ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്തൊരു ജാഗ്രത! ആ മാളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ നല്ല അച്ചടക്കത്തോടു കൂടെയാണ് പിന്നെ നമ്മൾ സഞ്ചരിക്കുന്നത്. എന്താ കാരണം? ഒരു ബോർഡ് കണ്ടു, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. ഈ നമ്മളോട് ഖുർആൻ 1400 മുമ്പ് പറയാൻ, ഈ അഡ്വാൻസ്ഡ് മെഗാ പിക്സലുള്ള ക്യാമറയൊക്കെ കണ്ടെത്തപ്പെടുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചു പറഞ്ഞു, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, യു ആർ അണ്ടർ CCTV സർവൈലൻസ്. നിന്റെ റബ്ബ് നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പേടിയും ജാഗ്രതയും വേണ്ടത് നമ്മൾ റൂം അടച്ചിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ്. കാരണം നമ്മൾ റൂം അടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ കഥകടച്ചിട്ട് ഇരിക്കുകയാണ്, ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ നമ്മളെ കയ്യിലുണ്ട്. അവിടെയാണ് റബ്ബിനെ പേടിക്കേണ്ടത്. പടച്ചോനെ, എന്റെ ഉമ്മ ഉറങ്ങി, എന്റെ ഉപ്പ ഉറങ്ങി, എന്റെ സഹോദരൻ ഉറങ്ങി, ഇനി ഞാനും എന്റെ കാമുകനും തമ്മിലുള്ള ചാറ്റിംഗ് നടത്തപ്പെടാൻ പോവുകയാണ്. എന്റെ കുഞ്ഞുപങ്ങളെ നീ ഒന്ന് ചിന്തിക്കണം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അവിടെ ഒരു CCTV സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ചാണ്ട ഘടാകത്തിന്റെ തമ്പുരാൻ. അത് മുഴുവൻ വിസ്തരിക്കപ്പെടുകയാണ്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. ഈ ആയത്തൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുങ്ങള്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. നാളെ വരുന്ന സമയത്ത് മഹ്ശറിൽ ഞാൻ അവരുടെ വായക്ക് സീല് വെക്കുന്നതാണ്, ഒന്നും മിണ്ടാൻ കഴിയൂല. വതുകല്ലിമുനാ ഐദീഹിം. പിന്നെ അവരുടെ കൈകളെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കുന്നതാണ്. നമ്മുടെ കൈകള് നാളെ റബ്ബിന്റെ മുമ്പിൽ സംസാരിക്കുക. ഏറ്റവും കൂടുതൽ സംസാരിക്കാനുണ്ടാകുന്ന ഒരു വിരലായിരിക്കും ഈ വിരല്. കാരണം എന്താ? സ്ക്രോൾ ചെയ്ത് മെസ്സേജ് പ്രസ് ചെയ്ത് ബട്ടൺ അമർത്തി മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് ലൈക്കും അൺലൈക്കും നടത്തിയിട്ട് എത്ര ദൗത്യങ്ങളാണ് ഈ വിരല് നിർവഹിച്ചത്. നാളെ റബ്ബിന്റെ മുമ്പിൽ നിന്റെ വായനോട് പറയാണ്, ചുപ് രഹോ, ഷട്ടപ്പ്. പിന്നെ വതുകല്ലിമുനാ ഐദീഹിം. പിന്നെ സംസാരിക്കുന്നത് നമ്മുടെ കൈകളാണ്. അവരുടെ കാലുകൾ അതിന് സാക്ഷി പറയാൻ, വിറ്റ്നസ് നമ്മുടെ കാലുകളാണ്. ഇത് നോവലല്ല, ഇത് ഡ്രാമയല്ല, ഇത് കഥയല്ല, ഇത് റിയാലിറ്റിയാണ്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മുടെ വെക്കേഷനിലേക്ക് കടന്നു വരുന്ന കുട്ടികളൊക്കെ ഇത് ശരിക്കും പറഞ്ഞു കൊടുക്കണം എന്റെ സുഹൃത്തുക്കളെ. വേറൊന്നുകൊണ്ടല്ല. ബഹുമാന്യനായ സിംസാറിലൊക്കെ ഉദവി ഉസ്താദ് അവർ ഇന്നലെ ഇവിടെ വന്നു. അദ്ദേഹം ഇവിടെ എന്നല്ല, അതിഞ്ഞാലിൽ നിന്നല്ല, ലോകത്തെവിടെയും യൂറോപ്യൻ കൺട്രീസിൽ പോകുമ്പോഴും പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അബുദാബിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. അവിടെയും ഒരുപാട് ഫാമിലീസ് ഉണ്ട്, മക്കളുണ്ട്, ടീനേജിലെ കുട്ടികളുണ്ട്. എല്ലാവരോടും പറയാറുള്ളതാണ് അമിതമായ ലഹരി ഉപയോഗത്തിന്റെ അനന്തരഫലങ്ങളെ പറ്റി, അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളെ പറ്റി എവിടെയും പറയുന്ന അദ്ദേഹം ആൺകുട്ടിയെ പോലെ പറയേണ്ട സ്ഥലങ്ങളിൽ അത് പറഞ്ഞതാണോ തെറ്റ്? ഇപ്പൊ പറയാൻ പറ്റൂല എന്നുള്ളതാണോ? അല്ലേ? ചിലപ്പോ എവിഡൻസ് സഹിതം പറയേണ്ടി വരും. കാരണം എന്താ? പഠിച്ചോനെ, ഇങ്ങനെയൊക്കെ ഉണ്ടോ? നമ്മളൊരു ദിവസത്തെ പരിപാടി നടത്തി, ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാൽ എന്റെ മക്കളെ ഞാൻ കാക്കണം, എന്റെ നഫ്സിനെ ഞാൻ കാക്കണം എന്നൊരു ബോധം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിപാടിയിലൂടെ നമ്മൾ ഉൾക്കൊണ്ട സന്ദേശം അത് മാത്രമാണ്. അല്ലാതെ നമുക്കിടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കലല്ല. നമ്മുടെ സമുദായത്തിന് അത് ഉപകാരപ്പെടണം എന്നൊരു ചിന്തയാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. വേറൊന്നുമില്ല. ആരെയും തെറ്റിദ്ധരിപ്പിക്കാനും അല്ലല്ലോ.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ആ കാര്യമൊക്കെ നമ്മൾ ആരോഗ്യകരമായിട്ട് മനസ്സിലാക്കണം, വിലയിരുത്തണം. കേരളത്തിലെ ഒരു ഗവൺമെന്റ് സ്കൂളിൽ, സ്ഥലം ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല, വിവാദാവുന്നുള്ള പേടിയോണ്ട് പറയാതിരിക്കൊന്നുമില്ല, മലപ്പുറം ജില്ലയില ഒരു ഗവൺമെന്റ് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ഇന്റർവെല്ലിന്റെ സമയത്ത് ബാത്റൂമിന്റെ മുമ്പ് ക്ലാസ് ടീച്ചർ പിടികൂടുമ്പോ അവനൊരു പരിങ്ങല്, ആകെ ഒരു അങ്കലാപ്പ്. എന്താ മോനെ, നീ ഇവിടെ ഇന്റർവെല്ലിന്റെ സമയത്ത് ബാത്റൂമിന്റെ ഡോറിന്റെ പുറത്ത് നിൽക്കുന്നേ, എന്റെ മുഖഭാവം ശരിയല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഈ കുട്ടി പറയാൻ, ആദ്യമൊക്കെ മടിച്ചു, ഒരുപാട് നേരം ആവർത്തിച്ച് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞു പോയി, ഈ ബാത്റൂമിന്റെ അകത്ത് എന്റെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ്മേറ്റ് മദ്യം കുടിച്ചു കൊണ്ടിരിക്കുകയാണ്, അവന് കാവൽ നിൽക്കാനാണ് എന്നെ അവൻ ചുമതലപ്പെടുത്തിയത്. 10 മിനിറ്റ് കഴിഞ്ഞവൻ പുറത്തിറങ്ങുമ്പോ പിന്നെ എന്റെ ഊഴമാണ്, അകത്ത് പോയി ഞാൻ കുടിക്കുമ്പോ പിന്നെ എനിക്ക് കാവൽ നിൽക്കാം എന്നവൻ ഏറ്റതാണ്. ആരാണ് പറയുന്നത്? കേരളക്കരയിലെ മുസ്ലിം തറവാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലപ്പുറത്തിന്റെ മടിത്തട്ടിലുള്ള ഒരു ഗവൺമെന്റ് സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് നടത്തപ്പെടുന്ന വിദ്യാലയത്തിലെ 8ാം ക്ലാസ്സിലെ കുഞ്ഞിമോനെ, നീ ബാത്റൂമിന്റെ മുമ്പിൽ ക്യൂ നിന്നത് നിന്റെ സമപ്രായക്കാരനായ കള്ളുകുടിയനെ സപ്പോർട്ട് ചെയ്യാൻ, അവനെ സംരക്ഷിക്കാനാണ്. ടീച്ചർ പോലും സ്തബ്ധയായി പോയി. 8ന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. എന്നിട്ട് നമ്മളെ മക്കളെ പറ്റി നമ്മൾക്ക് സംഘടനക്കാർ വന്നാണ്ട് പറയുമ്പോൾ, സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകന്മാർ വന്നാണ്ട് ആചാര്യോട് പറയാണ്, ആചാര്യെ നിങ്ങളുടെ +2 പഠിക്കുന്ന മോന് നല്ല കുടിച്ചിട്ട് പൂസായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ എന്ന് ആചാര്യോട് പറഞ്ഞപ്പോ ആചാര്യ പറയാൻ, എന്റെ മോനെ പറ്റി ഇല്ലാത്ത വർത്താനം പറഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യും, അടങ്ങിയവിടെ നിന്നോ. ആരോടാണ് പറഞ്ഞത്? പരാതി പറയാൻ, മകനെ പറ്റി പരാതി പറയാൻ വന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകന്മാരോട് പറഞ്ഞു പോയി അല്ലേ? ആചാര്യ പറഞ്ഞതാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇതേ മകന്റെ ബോധം കെട്ട ശരീരം, ജീവൻ പോയിട്ടൊന്നുമില്ല, കള്ളു കുടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു പോയ ബോഡി ഉണ്ടല്ലോ, ഈ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകന്മാര് തന്നെ വന്നാണ്ട് ആചാര്യ ഇങ്ങനെ സീറ്റ് ഔട്ടിൽ ഈസി ചെയർമേൽ ഇങ്ങനെ ഇരിക്കുക, ആചാര്യ മുമ്പ് തന്നെ ഇട്ടുകൊടുത്തു, ഇതാ നിങ്ങളെ മകനാ, 10 മിനിറ്റ് കൂടുമ്പോ വെള്ളം ഇങ്ങനെ തെളിച്ചു കൊടുക്കുക, ഒരു അരമണിക്കൂർ കഴിയുമ്പോ ബോധം തെളിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് സ്വന്തം മകന് കള്ളുകുടിയനായ വിവരം ബാപ്പ അറിയുന്നത്. അപ്പോഴേക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ആ നേരത്ത് പിന്നെ പള്ളിയിൽ വയലെടുക്കുമ്പോ മക്കള് സ്വാലിഹാകാൻ ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണം, 100 റുപ്യ എന്ന് സംഭാവന എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട ചില സൊല്യൂഷനുകളുണ്ട്, അത് നമ്മൾ ചെയ്യുന്നില്ല. ഇങ്ങനെ എത്ര കുട്ടികള് ഹാൻസിൽ നിന്ന് തുടങ്ങി, പാൻപരാക്കിൽ നിന്ന് തുടങ്ങി, അത് എവിടെത്തി? ചെയിനി, കൊക്കൈൻ, ഹീറോയിൻ, ഹാഷിഷ്, കറുപ്പ്, മാരകമായ ലഹരി വസ്തുക്കൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന എന്റെ മുസ്ലിം ചെറുപ്പക്കാരായ സുഹൃത്തുക്കളോട് ഞാൻ വിനയപുരസരം പറയാണ്, ഒരു അപേക്ഷയുണ്ട്. ലൈബ്രറികളിലൊക്കെ കിട്ടും, ബുക്ക് സ്റ്റാളുകളിലൊക്കെ കിട്ടും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കണം, വായിക്കണം ആ പുസ്തകം. ആ പുസ്തകത്തിന്റെ പേരാണ് ഐ വാസ് എ ഡ്രഗ്സ് അഡിക്റ്റ്. നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. എല്ലാവരും വളരെ ഉദാരമായി സംഭാവന നടത്തി പരിപാടി വിജയിപ്പിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മദ്രസയുടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ നമ്മുടെ സംഘാടകർക്ക് ഒരുപാട് ബാധ്യത ഉണ്ട്. ഇനി പുറത്തുനിന്നൊരാൾ വന്നിട്ട് നമ്മുടെ ബാധ്യതയെ നികത്തും എന്ന ശുഭാപ്തി വിശ്വാസമൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മളായിട്ട് തന്നെ ചെയ്യണം. ഓരോ നാട്ടിലിപ്പം പ്രാദേശികമായിട്ട് ഇത്തരത്തിലുള്ള മതസ്ഥാപനങ്ങളുടെയും മതകലാലയങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതത് നാടുകൾക്ക് അതിൻ്റെതായ ബാധ്യതകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ 10 ദിവസത്തെ പരിപാടി കംപ്ലീറ്റ് ആകുന്നതോടുകൂടെ ഈ കടബാധ്യതകൾ നമ്മുടെ സംഘാടകരുടെ പിരടിയിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധ്യമാകണം. ഏത് ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്, അത് മുഴുവൻ ശ്ലാഘനീയമാണ്, ദീനിന്റെ പേരിലാണ്. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും, ഖിയാമത്ത് നാൾ കഴിഞ്ഞാലും ഉണ്ടാകും, ഉറപ്പാണ്. ഖബറിൽ നമുക്ക് അനുഭവിക്കാം, മഹ്ശറിൽ അനുഭവിക്കാം, സിറാത്ത് എന്ന പാലത്തിന്റെ മുകളിൽ അനുഭവിക്കാം, മീസാൻ എന്ന തുലാസിന്റെ നന്മയുടെ തട്ടിൽ കാണാം. പിന്നെ സ്വർഗത്തേക്ക് എത്ര എളുപ്പം പോകാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ എന്ത് ചെയ്യുക, ദീനിന്റെ പഠിതാക്കളെയും ദീന് പഠിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ സഹായിക്കും.
ഇൽമിന്റെ മാർഗത്തിൽ ഒരു ഹർഫ് കൊടുത്തവൻ എത്ര വലിയ പുണ്യാണ്. അതിനെപ്പറ്റി അള്ളാന്റെ റസൂൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിവരിക്കല്ല. അപ്പൊ എന്ത് ചെയ്യണം? മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സദഖത്തുൻ ജാരിയ. സദഖ പല ആയിട്ടുണ്ട്. ഇപ്പാണ്ട് ചെയ്താല് അതോടുകൂടെ കൂലിയാണ്ട് തീരുന്ന സദഖയൊക്കെ ഉണ്ട്. പക്ഷെ ജാരിയായ സദഖ ഇത് കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ദീനിന്റെ മാർഗത്തില് ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹയാത്ത് കാലത്തും നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഒക്കെ തന്നെ അങ്ങനെയാണ്. അത് പരിശുദ്ധ ഇൽമിന്റെ സദസ്സിലേക്കുള്ള സംഭാവനയുടെ പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ ഒരു സംഭാവന ദീനിന്റെ മാർഗത്തിൽ ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നത് ഇസ്ഖിൽ മാ. ഇപ്പൊ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ള സമയമാണ്. ഒരു സഹാബി വന്നാണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ലോകനായകനോട് ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു പോയി, പുണ്യനബിയെ, സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒരു എളുപ്പ വഴി വിനീതനായ പാവപ്പെട്ട അനുചരനായി എനിക്ക് പറഞ്ഞു തരണം യാ റസൂലല്ലാഹ്. അള്ളാന്റെ റസൂൽ ഈ സഹോദരനോട് ചോദിച്ചു, നിനക്ക് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, എന്റെ ഉപ്പ മരിച്ചു, എന്റെ ഉമ്മയും മരിച്ചു. എന്നാൽ ഇസ്ഖിൽ മാ, എന്നാ നീ വെള്ളം കുടിപ്പിച്ചു. ജനങ്ങൾക്ക് പരമാവധി വെള്ളം കൊടുത്തോ. ക്ഷാമകാലഘട്ടാണിത്. കിണറിറക്കം റീചാർജ് ചെയ്യാണ്. ഇപ്പം ബാറ്ററി റീചാർജ്, മൊബൈൽ റീചാർജും മാത്രമല്ല, തൃശ്ശൂരിലും കോഴിക്കോടും തുടങ്ങി കിണർ റീചാർജ്. കഴിഞ്ഞ വർഷം വരെ സുലഭമായി വെള്ളം തന്നിരുന്ന പല കിണറുകളും പറ്റി. കോയൽ കിണറടിച്ചിട്ട് പോലും വെള്ളം കാണാത്ത ഒരുപാട് പ്രദേശങ്ങൾ ഇന്ന് കേരളക്കരയിൽ ഉണ്ടായി. ഈ കേരളക്കരയുടെ അന്തരീക്ഷം തന്നെ മാറിയില്ലേ? സമശീതോഷ്ണം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലത്ത് ഇപ്പൊ ഗൾഫ് സ്റ്റൈലിലേക്ക് കേരളം പോയി. എല്ലാ നിലക്കും നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നത്. ഇനി അള്ളാഹുവിനോട് ശരണം തേടുകയല്ലാതെ പോംവഴിയില്ല. ഗൾഫിന്റെ പച്ചപ്പൊക്കെ അസ്തമിക്കാൻ പോവാൻ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പളപളപ്പൊക്കെ നിലക്കാൻ പോവാൻ. നമ്മൾ സ്വയം ചിന്തിക്കണം ചില വിഷയങ്ങളൊക്കെ. നമ്മുടെ അസറ്റ് പോകാൻ. പഴമക്കാര് പറയാറുണ്ട്, വിത്തെടുത്ത് ചോറയിക്കാൻ പാടില്ല. വിത്ത് എന്ന് പറയുന്നത് അടുത്ത കാർഷിക വൃത്തിക്ക് പാടശേഖരത്തിൽ കൊണ്ടുപോയി ഇറക്കാനുള്ളതാണ്. അതെടുത്തിട്ട് ഭക്ഷണം കഴിച്ചാൽ പിന്നെ എവിടെയാണ് അസറ്റ്? നമ്മുടെ അസറ്റാ പോകുന്നത്. സൗദി അറേബ്യയിൽ അസറ്റ് പോകണമെന്നില്ല. മലയാളികളായ പ്രവാസികൾ ഇനി സൗദി അറേബ്യയിൽ പോയിട്ട് ഒരുപാട് മുതൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും അറബിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം എന്താ? നമ്മൾ മുതലുകൾ ഏൺ ചെയ്ത് കേരളക്കരയിലേക്ക് ബാങ്ക് വഴി ലക്ഷോപലക്ഷം റുപ്യ കടന്നു വന്നാലും അവിടെ സൗദിയില് മണ്ണിന്ന് പിന്നെയും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കുഴിച്ചെടുത്തിട്ട് അവർക്ക് അസറ്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ പെട്രോളില്ല. കേരളത്തിൽ മണ്ണിന്റെ അടിയിൽ നിന്ന് 1 ലിറ്റർ പെട്രോളിന് പകരം വേറെ ലിറ്റർ പെട്രോൾ കിട്ടുന്നില്ല. നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു വെച്ച സംഖ്യ തന്നെയാണ്. അത് ഇത്രയും കാലം നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കും. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വിൽപ്പന നടത്തിയിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി ഇതിന്റെ മക്കൾക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കും. ട്യൂഷൻ ഫീസിന് അത് ക്യാഷ് കിട്ടിയ സ്ഥാപനത്തിന്റെ മുതലാളി ഇപ്പുറത്ത് വന്നാണ്ട് ബേക്കറിയിൽ വന്നാണ്ട് സാധനം വാങ്ങും. ഇങ്ങനെ കേരളത്തിൽ തന്നെ അത് റൊട്ടേറ്റ് ചെയ്ത് പോയിരുന്നു. ഇന്നോ കോടിക്കണക്കിന് ഉറുപ്പിയാണ് ബംഗാളിലേക്കും ആസാമിലേക്കും ഉത്തർപ്രദേശിലേക്കും തമിഴ്നാട്ടിലേക്കും ഗുജറാത്തിലേക്കും കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ മുഖേന കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താ? കേരളത്തിൽ 3 കൊല്ലം ജോലി ചെയ്തൊരു ഗുജറാത്ത് സ്വദേശിയായ മനുഷ്യൻ തന്നെ പറഞ്ഞു, 3 കൊല്ലം കേരളത്തിൽ ജോലി ചെയ്തു, ഇവിടുന്ന് കിട്ടിയ കാശൊക്കെ പാടെ കളക്ട് ചെയ്തുകൊണ്ട് അവിടെ 3 ഏക്കർ ഭൂമി വാങ്ങി പിന്നെ നല്ല സവോള കൃഷി ചെയ്തുകൊണ്ട് വലിയ മുതലാളിയായി മാറി. അത് കേരളത്തിലേക്ക് കയറ്റി അയക്കുക. അപ്പൊ നമ്മൾ അസറ്റ് തീർന്നുകൊണ്ടിരിക്കുക. ഇത് 5 കൊല്ലം കഴിയുമ്പോൾ നിത്താക്കാത്ത കേരളത്തിൽ തുടങ്ങേണ്ടി വരും. ഇപ്പൊ അറബി ഇതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണല്ലോ നിത്താക്കാത്ത അവർക്ക് മുമ്പിലേക്ക് വെക്കേണ്ടി വന്നത്. ഇത്ര ശതമാനത്തിന്റെ മുകളിൽ സാലറി സ്കെയില് ശമ്പളം വാങ്ങുന്ന മലയാളികളെ മുഴുവൻ പറഞ്ഞേക്കുക. ആ ശമ്പള മേഖലയിലേക്ക് മുഴുവൻ വത്തനികളെ, അജ്നബിക്ക് പകരം അറബികളെ തന്നെ പോസ്റ്റ് ചെയ്യുക. കാരണം എന്താ? അറബിക്ക് സാമ്പത്തിക മാന്യം ഉണ്ടായപ്പോ പിന്നെ അവൻ ചിന്തിച്ചത് പ്രവാസിയെ തള്ളാനാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എത്രയേ കടകൾ നമുക്ക് കാണാൻ സാധിച്ചു. മലപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ കട. നിത്താക്കാത്ത തട്ടുകട, നിത്താക്കാത്ത ഓട്ടോറിക്ഷ, കാർഡ് സിസ്റ്റം കൊണ്ടുവന്നു. നമ്മള് കുറെ കാര്യങ്ങളെ പറ്റി കൂലങ്കഷമായി ചിന്തിക്കണം. കാരണം എന്താന്ന് വെച്ചാല് എല്ലായിടത്തും ജലോപയോഗത്തിൽ പോലും നമ്മളെ വീട്ടിൽ യഥേഷ്ടം വെള്ളം കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ട് വെള്ളത്തിന്റെ ഉപയോഗത്തിൽ ക്രമമില്ലാതെ പോകാൻ പറ്റൂല. മക്കൾക്ക് ആ സംസ്കാരം പഠിപ്പിക്കണം. ഇസ്ലാം പറഞ്ഞു,
വുളു എടുക്കുമ്പോൾ നിങ്ങൾ 3 വട്ടം വുളു എടുത്ത് നിങ്ങളെ അവയവങ്ങളൊക്കെ നനഞ്ഞിന് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ 4ാമതൊന്ന് വുളുവിന് വേണ്ടി പോലും നിങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് അക്രമമാണ്. ഒരു ആരാധനക്ക് വേണ്ടി 3 വട്ടം ജലോപയോഗം നടത്തിയിട്ട് 4ാമത് ഉപയോഗിക്കുന്നത് ദുൽമാണെന്ന് പറഞ്ഞ ഇസ്ലാം വെള്ളത്തെ സേവ് ചെയ്യാൻ എത്ര വലിയ പ്രാധാന്യമാണ് കാണുന്നത്. ഇന്നലിൽ വുളൂഇ ശൈത്താൻ, വുളൂ എടുക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ഒരു ശൈത്താൻ കടന്നു വരാറുണ്ട്. അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട പിശാചിന്റെ പേരാണ് യുഖാലു ലഹു വലഹാൻ. അവന്റെ പേരാണ് വലഹാൻ. വുളൂ എടുക്കുന്ന മനുഷ്യന്മാരെ മുമ്പിലേക്ക് വലഹാൻ വരും. എന്നിട്ട് ശരിയായിട്ടില്ല എന്ന് മെസ്സേജ് ഇങ്ങനെ തരും. കൈ നനഞ്ഞിട്ടില്ല, കാല് നനഞ്ഞിട്ടില്ല, അങ്ങനെ എടുത്ത് പാരും, വെള്ളം അങ്ങനെ എടുത്ത് പാരും. വെള്ളം വേസ്റ്റ് ആക്കിയതിന്റെ കുറ്റം നാളെ റബ്ബിന്റെ മുമ്പിൽ അവൻ ഏൽക്കേണ്ടി വരും. അതാണ് വലഹാന്റെ ലക്ഷ്യം എന്ന്. അതുകൊണ്ട് ഫത്തഖുല്ലാഹ ഫിൽ വുളൂ എടുക്കുമ്പോഴും ജലോപയോഗത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളോപയോഗത്തിൽ നല്ലോണം ശ്രദ്ധിക്കണമെന്നാ. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടി വെള്ളമാണ് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മഴയിൽ. എന്നാൽ തമിഴ്നാട്ടിൽ ഇത്ര ക്ഷാമല്ല, തമിഴ്നാട്ടിൽ ഇത്ര വെള്ളം കിട്ടുന്നില്ല, ഇത്ര മഴ കിട്ടുന്നില്ല. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടി മഴ ലഭിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. എന്നിട്ടും തമിഴ്നാട്ടിനേക്കാൾ വലിയ ക്ഷാമം കേരളത്തിൽ അനുഭവപ്പെടാൻ കാരണം എന്താ? കേരളത്തിന്റെ ലാൻഡ്സ്കേപ്പ് അങ്ങനെയാണ്. ഇവിടുത്തെ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷൻ, ഭൂമിശാസ്ത്രപരമായ ഘടന നമ്മൾ പഠിക്കുമ്പോൾ കേരളത്തിന്റെ ലാൻഡ്സ്കേപ്പ് സ്ലോപ്പാണ്. 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ ചെരിഞ്ഞിട്ടാണ് കേരളത്തിന്റെ ഭൂമി ഭൗമോപരിതലം കിടക്കുന്നത്. എവിടുക്കാ ചെരിയുന്നത്? കടലിലേക്കാണ്. 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി വരെ സ്ലോപ്പായത് കൊണ്ട് ഇവിടെ പെയ്യുന്ന 60% മഴയുടെ തുള്ളിയും കടലിലേക്ക് വേസ്റ്റായി ഒഴുകി പോവുകയാണ്. ഭൂമിയിൽ സംഭരിച്ചു വെക്കാൻ കഴിയുന്നില്ല. ജലം സംഭരിക്കാൻ പോലും പരിശുദ്ധ സഹാബത്തിന് നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഹദീസിൽ കാണാം, മദീനത്ത് നിന്ന് നടന്നു പോയിട്ട് 2 ദിവസം വഴി ദൂരമുള്ള ഒരു വിശാലമായ ഒരു തടാകം, ശുദ്ധജല തടാകം. ആ തടാകത്തിൽ നിന്ന് നല്ല മൺപാത്രത്തിൽ വെള്ളം ശേഖരിച്ചിട്ട് അള്ളാന്റെ റസൂലിനെ കൊണ്ടുവരപ്പെടുമായിരുന്നു. ആയിഷ ബീവിയുടെ വീട്ടിന്റെ ഉമ്മറപ്പടിക്കൽ തന്നെ കൂജയിൽ വെള്ളം നിറച്ചു വെച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറങ്ങാൻ പോകുമ്പോൾ നബിതങ്ങൾ തന്റെ ബെഡിന്റെ അല്ലെങ്കിൽ കട്ടിലിന്റെ തലന്റെ തൊട്ടടുത്ത് വെച്ചത് 2 വസ്തുക്കളായിരുന്നു. ഒന്ന് മിസ്വാക്ക്, മറ്റൊന്ന് വെള്ളം. അറാക്കുണ്ടാവും, ഉറക്കത്തിലൊക്കെ എണീറ്റാലും അള്ളാന്റെ റസൂല് ഒന്ന് മിസ്വാക്ക് എടുത്തിട്ട് വരക്കുന്ന. പിന്നെ രണ്ടാമതുണ്ടായിരുന്നത് വെള്ളമായിരുന്നു. എപ്പോ കിടക്കാൻ പുറപ്പെട്ടാൽ ഈ 2 വസ്തുക്കൾ അള്ളാന്റെ റസൂലിന്റെ തലക്കപ്പുറത്തുണ്ടായിരുന്നു എന്നാ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മറപ്പടിക്ക് തന്നെ സഹാബത്തിന് കാണാൻ സാധിക്കും നല്ല മൺകൂജയിൽ വെള്ളം നിറച്ചു വെച്ചത്. ഒരു ആയിഷ ബീവി പറയാൻ, അണിഞ്ഞൊരുങ്ങി ദഅവത്തിന് വേണ്ടിയിട്ട് അള്ളാന്റെ റസൂല് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് വീട് വിട്ടിട്ട് കാല് പുറത്തേക്ക് വെക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് മൺകൂജയുടെ മുകളിലുള്ള മൂടി മാറ്റിയപ്പോ നല്ല വെള്ളം നിറഞ്ഞു നിൽക്കുന്ന മൺകൂജയാണ് കാണുന്നത്. അപ്പൊ അതില് നമ്മുടെ ശരീര രൂപം പ്രതിഫലിക്കും, ഒരു ദർപ്പണം പോലെ, കണ്ണാടി പോലെ. ആ തെളിമയുള്ള വെള്ളത്തിലേക്ക് നോക്കിയിട്ട് തന്റെ മുഖവും താടിയും മുഖമൊക്കെ ഇങ്ങനെ ശരിപ്പെടുത്തി നബി തങ്ങൾ, ഒരു കണ്ണാടിയൊക്കെ നോക്കും പോലെ. അപ്പൊ ആയിഷ ബീവി ചോദിച്ചു, നബി നിങ്ങൾ ഇങ്ങനെയും ചെയ്യോ? വെള്ളത്തിന്റെ നല്ല തെളിഞ്ഞ കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് താടി മുടിയൊക്കെ നിങ്ങൾ ശരിയാക്കോ? ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ എന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോ, ആയിഷ ഇത് നീ മനസ്സിലാക്കണം, ഇന്നല്ലാഹ യുഹിബ്ബു മിൻ അബ്ദിഹി അൻ യതജമ്മല ലിഇഖ്വാനിഹി ഇദാ ഖറജ ഇലൈഹിം. ആയിഷ, അല്ലാഹു അവന്റെ അടിമയിൽ നിന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്, അൻ യതജമ്മല, അവൻ ബ്യൂട്ടിഫുൾ ആകണം, ലിഇഖ്വാനിഹി, തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഇദാ ഖറജ ഇലൈഹിം, അവരിലേക്ക് പുറപ്പെടുന്ന നേരത്ത് ജടകുത്തിയ മുടിയായിട്ട് പോകാൻ പാടില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഞാൻ സംസ്കാരത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ഇങ്ങനെയും പോകരുത്. പിന്നെ മുടിയിൽ എണ്ണ തേക്കണം, എണ്ണ തേച്ചിട്ട് മുടി ശരിക്ക് ചീകി മിനുക്കി കണ്ണാടിയിലൊക്കെ നോക്കി നമ്മുടെ മുഖത്ത് ന്യൂനതയുണ്ടെങ്കിൽ അതിനെ കൂടി തിരുത്തിയിട്ട് വേണം പുറത്തു പോകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യുഹിബ്ബു മിൻ അബ്ദിഹി, അവന്റെ അടിമയിൽ നിന്ന് ഇഷ്ടപ്പെടുന്നു, അൻ യതജമ്മല, അവൻ ഭംഗിയാകാൻ, ലിഇഖ്വാനിഹി, തന്റെ ഫ്രണ്ട്സിന് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഇദാ ഖറജ ഇലൈഹിം, അവരിലേക്ക് പുറപ്പെടുന്ന സന്ദർഭത്തിൽ.
എന്നിട്ട് ഇപ്പൊ ഒരു പുതിയ ഹെയർ സ്റ്റൈൽ വന്നിക്കുക, കർവായിട്ടിടുക, മുടി ചുരുട്ടാനുള്ള സംവിധാനങ്ങൾ അല്ലെ, അതിനുള്ള എന്തെങ്കിലും ടൂൾസ് ഒക്കെ വാങ്ങിയിട്ട് മുടി ചുരുട്ടുക. ശരിയല്ല സുഹൃത്തുക്കളെ, നമ്മളതിനെ റിലാക്സ് ആക്കി വിടുക. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പോകണം. എല്ലാത്തിനും അതിൻ്റെതായ ഒരു കോഡുണ്ട്. അത് ഇസ്ലാമികമായിരിക്കുന്ന കോഡിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. പണ്ട് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടൻ, പ്രേം എന്ന് പറഞ്ഞൊരു സിനിമ അവന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ പള്ളിയിലൊക്കെ 4 സഫ് ചെറുപ്പക്കാർ നല്ല കറുത്ത ഷർട്ടും വെള്ള ധോത്തിയും നല്ല താടിയൊക്കെ വെച്ചിട്ട് വന്നു. അപ്പൊ കാരണന്മാർ ചോദിക്കുക, പഠിച്ചോൻ എൻ്റെ ഏതെങ്കിലും പള്ളിയിലെ മുത്താലിമീങ്ങളാണോ? മുത്താലിമീങ്ങൾ കറുത്ത ഷർട്ട് ഇടുവോ? ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് ഒരു പിടുത്തമില്ല, നോ റിസൾട്ട്. ഇതിപ്പോ എന്താണ് പഠിച്ചോനെ? അവസാനം പിടുത്തം കിട്ടി, അന്നഹും അസ്ഹാബ് നിവിൻ പോളി. അവരൊക്കെ നിവിൻ പോളിന്റെ ഇത്തിബായി ചെയ്യുന്ന ആൾക്കാരാണ് എന്നർത്ഥം. അപ്പൊ ഒരു മൂവി ഇറങ്ങിയ സമയത്ത് നമ്മുടെ കൾച്ചർ ആ മൂവിയിലേക്ക് പോവുകയാണ്. അപ്പൊ കറുത്ത ഷർട്ടിനോടൊരു ഭ്രമം. ഇത്രയും കാലം കറുത്ത ശീല ലോകത്തില്ലായിരുന്നോ? പക്ഷെ ആ ടൈമിൽ ഒരു ഭ്രമം അതങ്ങനെ കഴിഞ്ഞ് ഞാൻ പിന്നെയും ചിന്തിച്ചു നോക്കുകയാണ്. എൻ്റെ നാട്ടിൻ്റെ അടുത്താണ് പിന്നെ ഈ മുക്കത്ത് കാഞ്ചനമാല ഉള്ളത്. കാഞ്ചനമാലക്ക് 80 വയസ്സായതിന്റെ ശേഷമാണല്ലോ ഇപ്പൊ ഡിമാൻഡ് കൂടിയത്. അപ്പൊ എന്ന് സ്വന്തം മൊയ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഇറങ്ങുമ്പോ ഈ താടിയൊക്കെ വെച്ച ചെറുപ്പക്കാർ താടിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ പൊടിമീശക്ക് വേണ്ടി തിരക്കുവിടുകയാണ്. 9 വയസ്സുള്ള പയ്യനൊക്കെ ക്ലാസിഫൈഡ്സിൽ മീശ വളരാൻ എന്നുള്ള പരസ്യം കണ്ടാണ്ട് വിളിച്ചു പറയാണ് അത്ര എന്താ പരിഹാരം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഇതാണ് കൾച്ചറൽ ഡീവിയേഷൻ, സംസ്കാര മാറ്റങ്ങളാണ്. ആരെങ്കിലും എന്തെങ്കിലും വിളമ്പി തരുമ്പോ അതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ. അപ്പൊ നമുക്ക് അസലില്ലേ? നമുക്ക് ഇത്തിബായിയുള്ള ആൾക്കാരില്ലേ? മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബികളും എന്താണ് പരിശുദ്ധരെ കാണിച്ചു തന്നത് അതാണ് നിങ്ങളുടെ പാത എന്ന് പറയാൻ തിരുമേനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതൃകയാണ് നമ്മുടെ മാതൃക. അപ്പൊ അതിലേക്ക് കുട്ടികളെ രൂപപ്പെടുത്തി കൊണ്ടുവരാനും നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട്. അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരണം. നമ്മുടെ കുട്ടികളെ മുഴുവൻ ആ മേഖലയിലേക്ക് കൊണ്ടുവരണം. മക്കളെ, മുത്തുനബിയോടുള്ള സ്നേഹം എന്ന് മക്കളോട് ശരിക്ക് പച്ചയായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കാരണം 3 സംസ്കാരമാണ് രക്ഷിതാവിന് കുട്ടി ജനിച്ചാൽ ആദ്യ കുട്ടിയോടുള്ളത്. ഒന്ന് പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. 2 അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. 3 അവിടെ ഖിറാഅത്തുൽ ഖുർആൻ വബിഖിറാഅത്തിൽ ഖുർആൻ, പരിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ പാരായണം ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുക. ഈ 3 ഉത്തരവാദിത്തങ്ങൾ ഒരു രക്ഷിതാവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കുട്ടികളിലേക്ക് ചേർത്തി നോക്കുമ്പോ അത് നിർബന്ധമായും നമ്മൾ നിർവഹിച്ചിരിക്കേണ്ട ഘടകമാണ് എന്ന് പോലും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ വിശാലമായ വൃത്തത്തിലൂടെയാണ് പരിശുദ്ധ മതത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവിതം കണ്ടിട്ട് തന്നെ ഇസ്ലാം ഇതാണ് എന്നുള്ളത് മറ്റു മതസ്ഥർ കാണട്ടെ, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കട്ടെ. ഇസ്ലാം ഇതാണ്. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരായിട്ടുണ്ട്. ഖബറകം വെളിച്ചമാകാനും ദുനിയാവിൽ സ്വന്തമായിട്ട് വീടെടുക്കാനും ഭർത്താവിന്റെ വർക്കിലൊക്കെ ബർക്കത്ത് കിട്ടാനും വേണ്ടി ദുആ ചെയ്യാനൊരു സഹോദരി അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. അല്ലാഹുവേ, ആ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരു സ്ത്രീ വിട്ടുമാറാത്ത ചുമയും ശരീരക്ഷീണവും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിക്ക് നീ ശിഫ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. കച്ചവടത്തിൽ നല്ല ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാനും കടം വീടാനും വേണ്ടി ദുആ ചെയ്യാൻ, ഒരു വീട് കെട്ടിയിരിക്കാനും ഒക്കെ ദുആ ചെയ്യാൻ വേണ്ടി സംഭാവന അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. ആ ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. കടം വീടാൻ വേണ്ടിയും ജോലിയിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ സംഭാവന അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ബർക്കത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ. ഉമ്മക്കും ഉപ്പാക്കും ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹുവേ ആ സഹോദരിയുടെ മാതാപിതാക്കൾക്കും ഭർത്താവിനും നീ സൗഖ്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധ തെറ്റാതിരിക്കാൻ, കണ്ണടച്ച് നിസ്കരിക്കാൻ പാടുണ്ടോ എന്നൊരു സംശയം. പിന്നെ നബിമാർക്കോ ഔലിയാക്കൾക്കോ ഒക്കെ സ്വന്തമായോ ഒക്കെ അല്ലെങ്കിൽ ഖത്ം ഓതുമ്പോൾ നിയ്യത്ത് വെക്കണോ? ഇന്ന ആളുടെ പേരിൽ ഞാൻ ഇന്ന ഖത്ം ഓതി ഹദിയ ചെയ്യുന്നു എന്ന് മതിയാകുമോ? യെസ്. ഒന്നാമത്തത് കണ്ണടക്കുന്നത് ഖറാഅത്താണെന്നാ.
പിന്നെ സുജൂദിന്റെ സ്ഥാനത്തും ത്തേക്ക് നോക്കി നിൽക്കുക. അതിലൂടെ നമ്മൾ കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. ഏകാഗ്രത എന്നുള്ളതാണല്ലോ നിസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരേ പോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിസ്കരിക്കുമ്പോൾ ആ പോയിന്റിലൂടെ അള്ളാഹുവിനെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുക. നമ്മുടെ ശ്രദ്ധ പതറിപ്പോകരുത് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇനി ഒരു നിലക്കും ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള ആളുകൾക്ക് കണ്ണടക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവർ ഈ കാരണം കൊണ്ടാകണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മള് ഇന്നാരുടെ പേരിൽ ഖുർആൻ ഓതുക, ഇന്നാരുടെ പേരിൽ ഖുർആൻ ഓതുക. അപ്പൊ നമ്മളെ പേരിൽ തന്നെ നമ്മൾ ഖുർആൻ ഓതുകയാണ്, മരിച്ചുപോയവരുടെ പേരിൽ ഖുർആൻ ഓതുകയാണ്. ആ ഓതുന്നതിന്റെ തൊട്ട് മുൻപോ അല്ലെങ്കിൽ ഓതി കഴിഞ്ഞതിന്റെ ശേഷം, ഫോർ എക്സാമ്പിൾ യാസീൻ ഓതുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് വേണ്ടി യാസീൻ ഓതാറുണ്ട്. അപ്പൊ ആ ഓതുന്നതിന്റെ മുമ്പായിട്ട് എന്റെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ യാസീൻ ഓതുന്നു എന്ന് നിയ്യത്താക്കിയിട്ട് നേരെ ഫാത്തിഹ ഓതി യാസീൻ ഓതാം. അല്ലേ? കഴിഞ്ഞിട്ട് ഓതാം, കഴിഞ്ഞിട്ട് നിയ്യത്ത് വെക്കാം. യാസീൻ ഓതി കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവെ ഞാൻ തൊട്ടു മുമ്പ് ഓതിയതായ യാസീൻ എന്റെ മരിച്ചുപോയ പിതാവിന്റെ ഹദറത്തിലേക്ക് ഹദിയ ചെയ്യുകയാണ് എന്ന് നിയ്യത്ത് വെക്കുക. ഇവരുടെ ഹദറത്തിലേക്ക് ഒരു പ്രസന്റേഷനായിട്ടൊന്ന് പോയതിനെ കുറിച്ച് ഓർമ്മയില്ല, പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹുവേ, ആ മാതാവിന്റെ അവസ്ഥയെ കണ്ടറിയണേ തമ്പുരാനെ, എത്രയും പെട്ടെന്ന് ക്ഷേമം പ്രദാനം ചെയ്യണേ റബ്ബേ. നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് ആ മാതാവിനെ വഴി നടത്തണേ തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകൾ അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ ആൾക്കാരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളാ, അവർ SSLC പരീക്ഷ ഫേസ് ചെയ്ത കുട്ടികളാണ്. പാസ്സാക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രേ ആൻഡ് വർക്ക് ഒറായിട്ട് ലബോറ എന്നാണല്ലോ, പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക. അവരെ പ്രവർത്തിയൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുക, ദുആയും വേണമല്ലോ, പ്രാർത്ഥനയും വേണം, പ്രവർത്തനവും വേണം. ആ കുട്ടികൾക്കൊക്കെ അള്ളാഹു വളരെ നല്ല ഉന്നതമായ തിളക്കമുള്ള വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സമുദായത്തിന് നല്ല ബോധമുള്ള ഉദ്യോഗസ്ഥന്മാരെ അള്ളാഹു ആ മക്കളിലൂടെ പ്രദാനം ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കള്, ഞാൻ വെക്കേഷന്റെ സമയത്തിനെ പറ്റി പറഞ്ഞ ഒന്നുകൂടി ഊന്നി പറയാണ്. നമ്മുടെ കുട്ടികൾക്ക് ആത്മീയ പരിരക്ഷ കൊടുക്കുന്ന എന്തെങ്കിലും ക്യാമ്പിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം. എൻ്റെ സ്ഥാപനം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സെപ്പറേഷൻ ആക്കിയിട്ട് തന്നെ വ്യത്യസ്ത ക്യാമ്പുകൾ, അത് ഓരോ പ്രായത്തിനനുസരിച്ചാണ്. 7, 8, 9 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ക്യാമ്പ്, 10, 11, 12 ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേറെ ക്യാമ്പ്, ഗേൾസിന് വേറെ ക്യാമ്പ്, ഇങ്ങനെ എല്ലാം. അതിൽ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് വരും, എല്ലാം വരും, കരിയർ ഗൈഡൻസ് വരും, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വരും, ഭാഷയിലുള്ള സ്കില്ലുണ്ടാക്കാനുള്ള കഴിവുകൾ വരും, ഒരു കുടുംബവുമായിട്ട് എങ്ങനെ സംവദിക്കണം, രാജ്യത്തൊരു പൗരനായി എങ്ങനെ ജീവിക്കണം, എൻ്റെ ഭാവി എങ്ങനെ കരുപിടിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കും. പക്ഷെ 10-600 അപേക്ഷകൾ വന്നിട്ട് ഇപ്പൊ സീറ്റ് ഫുള്ളായി എന്ന് മാത്രമല്ല, ഒരുപാട് കുട്ടികൾ ഔട്ട്സൈഡിൽ ക്യൂവിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ കാര്യം ഞാൻ നിങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ അറിഞ്ഞ ഒരുപാട് സുഹൃത്തുക്കൾ കാസർഗോഡ് ഭാഗത്തുനിന്നൊക്കെ വിളിച്ചിരുന്നു. നമ്മളെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ആ ക്യാമ്പിന് എങ്ങനെ കുട്ടികളെ അറ്റൻഡ് ചെയ്യിപ്പിക്കണമെന്ന് ചോദിച്ചിട്ട്, അപ്പൊ ഞാൻ ക്ഷമാപൂർവ്വം അവരോട് പറയാണ്, ആ സീറ്റ് ഇപ്പൊ അവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മുടെ നാട്ടിലൊക്കെ അതിന്റെ ബദൽ സംവിധാനങ്ങൾ കുറെ സ്ഥലത്തുണ്ട്. കാസർഗോഡ് ജില്ലയിലൊക്കെ നല്ല ക്യാമ്പ് കൊടുക്കുന്ന, നാട്ടാളനെ പോലെ ഗ്രാമീണനെ പോലെ ഈ കുട്ടിനെ പിന്നിൽ തർബിയത്ത് ചെയ്ത് നമ്മൾ ഉണ്ടാക്കണം. അങ്ങനൊന്നും പറ്റൂല. ഇന്ന് എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ വലിയ കോമ്പറ്റീഷൻ നടക്കുകയാണ്. ഈ സമുദായത്തിന് തന്നെ നല്ല ബുദ്ധിജീവികളായ IAS ഉദ്യോഗസ്ഥന്മാരെ വേണം. സമാദരണീയനായ കാസർഗോഡ് ജില്ലയിലെ സമാദരണീയനായ കലക്ടർ, അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ വർഷം ഒരു ഇഫ്താർ സംഗമത്തിൽ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ സംവദിക്കാൻ സാധിക്കുകയുണ്ടായി. അദ്ദേഹം തന്നെ പറഞ്ഞു, അതിൽ വലിയ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ കൂടി അദ്ദേഹം. ഒരുപാട് പറഞ്ഞു, നമ്മുടെ സമുദായ വിഷയത്തിൽ ഒരുപാട് പിന്നിലാണ്. ബോധമുള്ള ഒരു കലക്ടർ. ഇനി നമ്മൾ സ്വപ്നം കാണേണ്ടത് അതാണ്. തലപ്പാവുധാരിയായ തൊപ്പിവെച്ച ഒരു MBBS ഡോക്ടറെ ഈ സമുദായം സ്വപ്നം കാണണം. ഒരു മഫ്തയിട്ട ദീനിന്റെ ഹാഫിളത്തായിരിക്കുന്ന ഒരു ഗൈനക്കോളജിസ്റ്റിനെ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ പെങ്ങന്മാരെ നമ്മൾ സ്വപ്നം കാണണം. അവള് ഗർഭിണിയായ പെൺകുട്ടിയെ പരിശോധിക്കുമ്പോ ഈ മഫ്തയിട്ട മുസ്ലിം ലേഡി ഡോക്ടർക്ക് പറയാൻ സാധിക്കണം, പ്രഗ്നൻസി സ്റ്റേജിൽ ഇന്ന സൂറത്ത് കൂടി ഓടുന്നത് നല്ലതാണ്. മെഡിസിന് കുറിച്ചു കൊടുക്കുമ്പോ, മരുന്ന് ഷീട്ടിൽ കുറിച്ചു കൊടുക്കുമ്പോ അതിന്റെ കൂടെ സൂറത്തുൽ ജിന്ന് അല്ലെങ്കിൽ സൂറത്തുൽ ഹുജറാത്ത് ഇത്ര വട്ടം ഓതി വെള്ളത്തിൽ ഊതിയിട്ട് കുടിക്കുക എന്നൊരു MBBS ഡോക്ടർ പറയണം. ഇപ്പൊ പല ഡോക്ടേഴ്സും ഹോസ്പിറ്റലിലുള്ള അവസ്ഥ എന്താ?
സദാചാരമില്ല. 90% നമ്മുടെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലുകളിലും ഗർഭിണിയായ പെണ്ണിന്റെ വയറ് സ്കാൻ ചെയ്യാൻ 90% സ്ഥലത്തും ക്ലിനിക്കിലെ ആണുങ്ങളല്ലേ, പുരുഷന്മാരല്ലേ? 4-ാം മാസം ഒരു സ്കാനിങ്, 6-ാം മാസം ഒരു സ്കാനിങ്, 9-ാം മാസം അവസാനം ഒരു സ്കാനിങ്. ഈ മുഴുവൻ സ്കാനിങ്ങിനും പെണ്ണിനെ സ്കാനിന്റെ മേശപ്പുറത്തേക്ക് പറഞ്ഞേക്കാൻ ധൈര്യപ്പെടുന്ന പുരുഷന്റെ തൊലിക്കെട്ടി സമ്മതിക്കണം. അവിടെ ആണിനെ പോലെ പറയാൻ സാധിക്കണം ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട്, ഇവിടെ പുരുഷന്മാരാണെങ്കിൽ എന്റെ ഭാര്യയുടെ വയറ് സ്കാൻ ചെയ്യാൻ ഈ ഹോസ്പിറ്റലിലേക്ക് ഞാൻ സന്നദ്ധനായിട്ട് വരൂല. അപ്പോഴേ മാനേജ്മെന്റ് തിരുത്തുള്ളൂ, പിന്നെ എന്തിനാ ഈ ഏർപ്പാട്? ഇപ്പുറത്ത് കുറെ മദ്രസ, കുറെ പള്ളി, കുറെ അറബി കോളേജ്, കുറെ സംവിധാനങ്ങൾ, കുറെ ദീന്, കുറെ അഖീദ്, കുറെ ഫിഖ്ഹ്, കുറെ തഫ്സീർ. പിന്നെ ഇതെന്തിനാണ്? ഇങ്ങനെയാണ്, ഇതൊന്നും ആവശ്യമില്ലല്ലോ. എവറി ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു പോയാൽ മതിയല്ലോ. ഈ ഏർപ്പാട് എന്തിനാ? അപ്പൊ നമ്മളൊരു പ്രത്യേക കൾച്ചറിലൂടെയും സംസ്കാരത്തിലൂടെയും മത നിയമങ്ങളിലൂടെയും രാജ്യത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ സഹോദര മതസ്ഥനോട് സ്നേഹം കൊടുക്കണം. എന്നാ നമ്മുടെ മതത്തിന്റെ വിഷയങ്ങൾ കണിശമായി നമ്മൾ പാലിക്കും വേണം. ക്രിസ്മസ് ഡേ വരുന്ന സമയത്ത് നമ്മുടെ അയൽവാസിയായിരിക്കുന്ന സുഹൃത്ത് ക്രൈസ്തവനാണ്. അവന്റെ വീട്ടുമുറ്റത്ത് ക്രിസ്മസ് നക്ഷത്രം തൂക്കാൻ നമ്മുടെ വീട്ടിന്റെ മാവിന്റെ കൊമ്പ് തടസ്സമാണെങ്കിൽ അത് വെട്ടിമാറ്റിയിട്ടെങ്കിലും നമ്മുടെ ക്രൈസ്തവനായ അയൽവാസിക്ക് അവന്റെ ക്രിസ്മസ് നക്ഷത്രം തൂക്കാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും നമ്മൾ വകവെച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൂടി പിറ്റേന്ന് കാസർഗോഡ് അങ്ങാടിയിൽ പോയിട്ടൊരു ക്രിസ്മസ് നക്ഷത്രം വാങ്ങിക്കൊണ്ടുവന്നാണ്ട് നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക ശരിയല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. അവന് നക്ഷത്രം തൂക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ വകവെച്ച് കൊടുക്കണം. നമ്മള് നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനിക വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും വേണം. അതാണ് ഇസ്ലാം. എല്ലാ മതക്കാരും അങ്ങനെ ചെയ്യട്ടെ. നമ്മുടെ രാജ്യത്തെ ഹൈന്ദവൻ വളരെ ഭക്തനായിട്ട് ഹൈന്ദവൻ ക്ഷേത്രത്തിലേക്ക് പോവട്ടെ, അവൻ തൊഴുതട്ടെ, അവൻ പ്രാർത്ഥിക്കട്ടെ. ക്രൈസ്തവൻ ചർച്ചിലേക്ക് പോകട്ടെ, അവന് കുമ്പസാരം നടത്തട്ടെ. മുസ്ലിം അവന്റെ ആരാധനാലയമായ പള്ളിയിൽ പോയിട്ട് അള്ളാഹുവിനോട് ധ്യാന നിവൃതനായിട്ട് ദ്വാ ചെയ്യട്ടെ. ഒരു മതത്തിലും തീവ്രവാദം ഉണ്ടാവില്ല. അപ്പൊ മതങ്ങളിലല്ല പ്രശ്നം കിടക്കുന്നത്. ശുദ്ധോരൻ എന്ന് പറയുന്ന മഹാനായ രാജാവ്, സാമ്പത്തിക മേഖലയിൽ ഉന്നതനായ രാജാവിന്റെ പുത്രനാണ് കപിലവസ്തുവിലെ മകനായ സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥനെ പിന്നെ ചരിത്രം കണ്ടത് മൊടന്തി നടക്കുന്ന ആട്ടിൻകുട്ടിയെ മാറോട് ചേർത്ത് നടത്തിയിട്ട് പറഞ്ഞു, ഇത് എന്റെ പുത്രനാണ്. ആ സ്നേഹം സിദ്ധാർത്ഥനെ പഠിപ്പിച്ചത് സിദ്ധാർത്ഥന്റെ മതമാണ്. റസൂലുള്ളാഹിനെ പോലും സിദ്ധാർത്ഥൻ പറ്റി പറഞ്ഞു, സ്നേഹത്തിന്റെ പ്രവാചകൻ എന്ന് പറയാൻ അദ്ദേഹത്തിന് വാക്കുണ്ടായി. അതുകൊണ്ട് നമ്മുടെ മക്കളിലൂടെ ഇസ്ലാമിന്റെ സ്നേഹം, ഇസ്ലാമിന്റെ സംസ്കാരം നല്ല രീതിയിൽ വിനിമയം ചെയ്യിപ്പിക്കാൻ എന്റെ ഉപ്പമാരെ ഉമ്മമാരെ നമ്മൾ ശ്രമം നടത്തണം. പടച്ചറബ് നമ്മളിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ നിർത്തുകയാണ്. എന്റെ സ്ഥാപനം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷന്റെ ടൈം റമദാനോടുകൂടെ തുടങ്ങുകയാണ്. ഞാൻ ആ കാര്യം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യാണ്. എന്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളതിലേക്ക് പറയല്ല, ഞാൻ പഠിച്ചൊരു സ്ഥാപനം എന്നുള്ളതിലേക്ക് എനിക്കും സിൻസാറിലേക്ക് ഉദവിക്കൊക്കെ അത് പറയല്ലോ. അപ്പൊ ആ രീതിയിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. റമദാന്റെ തൊട്ട് മുമ്പായിട്ട് അതിന്റെ ഫോം വിതരണവും കാര്യങ്ങളൊക്കെ നടക്കും എന്നർത്ഥം. കുട്ടികളെ ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതിലേക്ക് വരണം. അപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വാഫി സിലബസിലാണ്. വാഫിയിലേക്കും വഫിയയിലേക്കും ഒക്കെ ഉള്ള കുട്ടികളുടെ അഡ്മിഷന്റെ ടൈം 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ടൈം ഇപ്പൊ ആയി. 2 ആഴ്ചയോടുകൂടെ ഫോം വിതരണം തുടങ്ങും. പെൺകുട്ടികളൊക്കെ നമ്മുടെ കുടുംബത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികളുണ്ടെങ്കിൽ ആഫ്റ്റർ SSLC 5 ഇയേഴ്സിൽ തഫ്സീർ കൊടുക്കും, ഫിഖ്ഹ് കൊടുക്കും, ഖുർആൻ പഠിപ്പിക്കും, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രി കൊടുക്കും, ഹോം സയൻസ് പഠിപ്പിക്കും, 4 ഭാഷയിൽ സംസാരിക്കാനും എഴുതാനുള്ള കഴിവുണ്ടാക്കും. 5 കൊല്ലം കൊണ്ട് തികഞ്ഞ ഒരു ഇസ്ലാമിക പണ്ഡിതയെ, അത് മതത്തിലും ഭൗതികത്തിലുമുള്ള ഇസ്ലാമിക പണ്ഡിതയെ ഈ സമുദായത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കും. അതാണ് വഫിയ. ഈ വർഷം 1-2 സ്ഥാപനങ്ങൾക്ക് അഫിലിയേഷൻ കാസർഗോഡ് ജില്ലയിൽ തന്നെ കൊടുക്കാനുള്ള ആലോചനകളൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കാര്യം കൂടി ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അബുദാബിയിൽ വയലിന് വേണ്ടി പോയപ്പോ കാഞ്ഞങ്ങാട്ടുള്ള കുറച്ച് മുസ്ലിം കുടുംബങ്ങൾ വന്നിട്ട് അവര് പറഞ്ഞത് ഞാൻ ഇന്ന് ഓർത്തു പോവാണ്. കഴിഞ്ഞ വർഷം അബുദാബിയിൽ പോയപ്പോ അവര് പറഞ്ഞെന്താ അറിയോ? ഞങ്ങളെ കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ഒരുപാട് കുടുംബിനികൾ, കാസർഗോഡ് ജില്ലയിലെ ഒരുപാട് മുസ്ലിം സ്ത്രീകള്
ദുബായിലും അബുദാബിയിലും ഒക്കെ ഉണ്ട്. അവർക്ക് ഇസ്ലാമിന്റെ വാള് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വഫിയമാര് കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 2 വഫിയമാരെ നിങ്ങൾ അബുദാബിയിലേക്കൊന്ന് പറഞ്ഞയച്ചു തരുമോ, ഞങ്ങളെ കുടുംബിനികൾക്ക് വാള് പറഞ്ഞു തരാൻ. വിസയും പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം ഞങ്ങൾ ഏറ്റു. ഇപ്പൊ ദീനിന്റെ ദഅവത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് നമ്മുടെ പെൺകുട്ടികളെ, ഈ ദീനിന്റെ പണ്ഡിതകളെ ഇവിടുന്ന് അങ്ങോട്ട് വിമാനം കയറ്റി കൊണ്ടുപോകുന്ന അന്തരീക്ഷത്തിലേക്കും അന്തസ്സിലേക്കും കേരളം പുരോഗമിച്ചിട്ടുണ്ട്. ആസാമിൽ നമ്മുടെ സ്ഥാപനമായി, ബംഗാളിൽ നമ്മുടെ സ്ഥാപനമായി, ആന്ധ്രയിൽ നമ്മുടെ സ്ഥാപനമായി, മഹാരാഷ്ട്രയിൽ നമ്മുടെ സ്ഥാപനമായി. 10 കൊല്ലം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മുടെ സ്ഥാപനം ഉയരാൻ പോവുകയാണ്. ദീനിന്റെ സ്ഥാപനം. ഞാനൊരു സംഘടന എന്നുള്ള രീതിയിലല്ല പറയുന്നത് കേട്ടോ. എല്ലാ സംഘടനക്കാരെയും ഉൾക്കൊണ്ടിട്ടാൻ പറയണേ. ഞാനൊരു മുസ്ലിം എന്നുള്ള നിലക്ക് അവിടെ എണീറ്റിക്കുന്നത്. സത്യം പറയാൻ നമ്മളെ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ആ സംഘടനക്കാരൻ ഈ സംഘടനക്കാരൻ കൊടി നോക്കിയിട്ട് വേണം സലാം പറയാൻ. ഈ മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിന് എന്താ വില? പിന്നെ അള്ളാന്റെ ദുനിയാവിൽ പടച്ചോന് പള്ളിയില്ലാത്ത സംസ്ഥാനം ഉണ്ടെങ്കിൽ കേരള. കാരണം എന്താ? അത് അവരെ പള്ളി, മറ്റോ അത് മറ്റോലെ പള്ളിയാണ്. ജമാഅത്തിന്റെ പള്ളി, ഇത് ഈ മുജാഹിദിന്റെ പള്ളി, ഇത് ഏപ്പിന്റെ പള്ളി, ഇത് ഈക്കന്റെ പള്ളി അല്ലേ? ആക്ച്വലി അള്ളാഹ്ക്ക് പള്ളിയില്ല. അവസ്ഥയിലേക്കൊന്നും സമുദായം അതപ്പതിച്ചു പോകാൻ പാടില്ല. ഒരു യുനാനിമസ് ആയിരിക്കുന്ന ഒരു സൗണ്ട്, ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. അള്ളാഹിനോട് വജ്ജഹ്തു ദുആഉൽ ഇഫ്തിതാഹിൽ പോലും പറയുന്നത് വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. ആ സ്നേഹ സന്ദേശം കൊടുക്കാൻ അള്ളാഹു നമുക്ക് ശക്തി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ബഹുമാന്യരായ ഉസ്താദ്മാരെ കണ്ടുവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആ ചെയ്ത് നമ്മുടെ ഈ പരിപാടി ഇവിടെ ഖത്മാക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.